ദൈവം മാനിച്ചു, അതുകൊണ്ട് ഇത് കഴിഞ്ഞു. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം എനിക്ക് അപ്രതീക്ഷിതമായി ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. എന്നെ ജോലി വിട്ട ശേഷം ഇറങ്ങി. അത് കഴിഞ്ഞ് അപ്രതീക്ഷിതമായി ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അത് ഒരു ജൂനിയർ സയൻറ്റിസ്റ്റിൻ്റെ എന്ന പോസ്റ്റിലായിരുന്നു, ഒരു ശാസ്ത്രജ്ഞൻ എന്ന പേരിലായിരുന്നു. അതുകൊണ്ട് ശാസ്ത്രത്തെക്കുറിച്ച് ആധികാരികമായി പറയുവാൻ എന്തോ ദൈവം ഒരു കൃപ തന്നു, ഒരു കോൺഫിഡൻസ് തന്നു. ശാസ്ത്രവും ബൈബിളും കൂടെ ചേർത്ത് പഠിപ്പിക്കണം എന്നെനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ശാസ്ത്രജ്ഞന്മാരിൽ പലരും ബൈബിൾ സത്യമല്ല എന്നൊരു വശത്ത് പറയുമ്പോൾ, ഒറ്റ വാക്യത്തിൽ എളുപ്പം മറുപടി പറയാൻ വേണ്ടി ഞാനൊരു കൊച്ചു കാര്യം പറയാം. ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരു തികഞ്ഞ ദൈവഭക്തനായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ഒരു ഡയറി കണ്ടുകിട്ടി. ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ മരണം കഴിഞ്ഞു, പല വർഷങ്ങൾ കഴിഞ്ഞു. ഒരു വലിയ ട്രങ്ക് കണ്ടുകിട്ടി. ആരെങ്കിലും അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു വലിയ ട്രങ്ക് കണ്ടുകിട്ടി. ഈ ശാസ്ത്രലോകത്തിൽ വർക്ക് ചെയ്യുന്ന മിക്കവാറും പേരും കിട്ടിയ ഒരു വിവരമാണിത്, അറിയുന്ന ഒരു വിവരമാണ്. എനിക്കതിന് എന്താ ഉദാഹരണം പറയാൻ കാണും? എനിക്കൊന്ന് ആ കീബോർഡ് ഉയർത്തി വെച്ചിരിക്കുന്ന അത്രയും കളരത്തിൽ, മേ ബി ഒരു 5 അടി നീളത്തിൽ, അത്രയും ഉയരത്തിൽ, ഒരു 3 അടി വീതിയിലുള്ള വലിയൊരു ട്രങ്ക് വെട്ടി, സ്റ്റീൽ കൊണ്ടുള്ള ഒരു ട്രങ്ക് വെട്ടി അടപ്പിട്ട് അടച്ചു കഴിഞ്ഞാൽ 3 ലോക്കിട്ട് പൂട്ടാവുന്നത് പോലെയുള്ള സജ്ജീകരണങ്ങൾ. ഈ ട്രങ്ക് അദ്ദേഹത്തിൻ്റെ ഇത് കണ്ടുകിട്ടി. അതിൻ്റെ പൂട്ട് പൊട്ടിച്ച് പുറത്തെടുത്തപ്പോൾ അദ്ദേഹം കൈകൊണ്ട് എഴുതിയിരുന്നതായ ഒരുപാട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ. ഇയാൾക്ക് സൂട്ടിട്ടുകൊണ്ടാണ് പോകുന്നിടത്തെല്ലാം സൂട്ടിന് ഒത്തിരി പോക്കറ്റുണ്ട്, എല്ലാ പോക്കറ്റിലും പേപ്പറുണ്ട്. പോകുന്നിടത്തെല്ലാം വഴിയിലിരുന്നെല്ലാം ഇങ്ങനെ എഴുതുകയാണ്, കണക്ക് കൂട്ടുകയാണ്, എഴുതുകയാണ്. ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജോലി. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി മാറിയത്. ആ കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഡയറി എഴുതി. ആ ഡയറിയും ഇതിനകത്തുണ്ടായിരുന്നു. ആ ഡയറി പിന്നത്തേതിൽ അവരുടെ കുടുംബത്തിന് പണം ആവശ്യമായി വന്നതുകൊണ്ട് ഡയറി അവർ വിൽക്കാൻ തീരുമാനിച്ചു. ഡയറി 3 കഷണമായി കീറി, എന്ന് പറഞ്ഞാൽ പ്രധാന 3 ഘടകങ്ങളായി മാറ്റി. ശാസ്ത്രം തന്നെ വിവരിച്ചിരിക്കുന്നത് ഒരു ഭാഗം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പറയേണ്ടത് വേറൊരു ഭാഗം, എന്തോ 3 ഭാഗങ്ങളായി മാറ്റി. 3 ഭാഗവും വെവ്വേറെ ലേലം ചെയ്യുകയായിരുന്നു. എത്രയോ ലക്ഷക്കണക്കിന് പൗണ്ടിനാണ്, UK നടന്നത്, എത്രയോ ലക്ഷക്കണക്കിന് പൗണ്ടിനാണ് അദ്ദേഹത്തിൻ്റെ ഡയറി ലേലം ചെയ്തു പോയത്. ആ ഡയറിക്കകത്ത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു. അന്ന് ഒത്തിരി പബ്ലിഷ്ഡാണ്. അത് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് ലഭിച്ച സകല കണ്ടുപിടുത്തങ്ങളും ബൈബിളിൽ നിന്ന് മാത്രമാണ്. എന്നെ ഈ പറയുന്നത്, എനിക്ക് ലഭിച്ച സകല കണ്ടുപിടുത്തങ്ങളും ബൈബിളിൽ നിന്ന് മാത്രമാണ്. ഞാൻ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ട് വായിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകേണ്ടത് ദൈവം വെളിപ്പെടുത്തി തന്നു. ഞാൻ വളരെ തൻ്റെ ഇടത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്ത പദം പറയട്ടെ, എൻ്റെ സമയത്തിൻ്റെ 40% ഞാൻ ബൈബിൾ പഠിച്ചു, ദൈവത്തെക്കുറിച്ച് പഠിച്ചു. അതോടുകൂടെ ദൈവം എനിക്ക് ഒരുപാട് വെളിപ്പാടുകൾ തന്നു. അതാണ് എൻ്റെ കണ്ടുപിടുത്തങ്ങളായ ശാസ്ത്രം. 2ാം ഭാഗം കേട്ടോണം. അടുത്ത 40% സമയം ഞാൻ സാത്താനെക്കുറിച്ച് പഠിക്കാനെടുത്തു. ആദ്യത്തെ 40% സമയം ദൈവത്തെക്കുറിച്ച് പഠിക്കാനെടുത്തു. 2ാമത്തെ 40% സമയം ഞാൻ സാത്താനെക്കുറിച്ച് പഠിക്കാനെടുത്തു. കാരണം ദൈവികമായി എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കുന്നൊരു ശക്തിയാണ് സാത്താൻ. അവനെക്കുറിച്ച് നന്നായി അറിഞ്ഞെങ്കിൽ മാത്രമേ ദൈവകൃപ നിലനിർത്താൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് 40% സമയം ഞാൻ സാത്താനെക്കുറിച്ച് പഠിച്ചു. ഇനി 20% സമയമാണ് ബാക്കിയുള്ളത്. അദ്ദേഹത്തിൻ്റെ അടുത്ത പദം: ഞാൻ കണ്ടുപിടിച്ചതായ ശാസ്ത്രം മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൊള്ളാവുന്ന ഒരു ഭാഷ ഭൂമിയിലില്ല. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇത് മനസ്സിലാകുകയില്ല. അയാൾ ഇംഗ്ലീഷുകാരനാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇത് മനസ്സിലാകത്തില്ല. അയാൾ എബ്രായനാണ്. എബ്രായ ഭാഷയെ പറഞ്ഞാൽ ഇത് മനസ്സിലാകത്തില്ല. ഇതൊക്കെ നമ്മുടെ സാധാരണ കാര്യം പറയാൻ മാത്രമാണ്. ശാസ്ത്രം പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഭാഷയുണ്ട്. ആ ഭാഷ കണ്ടുപിടിക്കുവാൻ എൻ്റെ 20% സമയമെടുത്തു. ഇതിനകത്ത് കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം, കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ വിങ് ഉണ്ട്. കണക്കിൻ്റെ ഒരു പ്രത്യേക വിങ്ങാണ് കാൽക്കുലസ്. അത് അദ്ദേഹമാണ് ഡെവലപ്പ് ചെയ്തത്. ശാസ്ത്രത്തിൽ സൃഷ്ടിയെക്കുറിച്ചും അതിനോട് ബന്ധപ്പെടുന്ന കാര്യങ്ങളും വിശദീകരിക്കണമെങ്കിൽ കാൽക്കുലസ് കൊണ്ട് മാത്രമേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ കണ്ടുപിടുത്തങ്ങൾ വിശദീകരിക്കുവാൻ ഞാനൊരു ഭാഷ കണ്ടുപിടിച്ചു. അങ്ങനെ എൻ്റെ 100% സമയം തീർന്നു. ഞാൻ ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് 2 രാജ്യങ്ങളാണ്, 2 സാമ്രാജ്യങ്ങൾ. ഒന്ന് പൈശാചിക, ഒന്ന് ദൈവിക സാമ്രാജ്യം. അതാണ് യേശു പറഞ്ഞത്, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പുറകോട്ട് പോകും, ഇതൊന്ന് മനസ്സിലായി വരാൻ വേണ്ടിയാണ്.
2, ഇരുളിൻ്റെ സാമ്രാജ്യം. ദൈവിക സാമ്രാജ്യത്തെ എന്നും എതിർക്കുന്ന വേറൊരു ശക്തിയാണ് ഇരുളിൻ്റെ സാമ്രാജ്യം. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയണം, നിങ്ങളിതിനകത്ത് വളരണം. ഞാൻ തിരിച്ചു പോകട്ടെ. ദൈവം ആരംഭത്തിങ്കൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് ദൂതന്മാരെ നക്ഷത്രങ്ങളിൽ പാർപ്പിച്ചു. നക്ഷത്രങ്ങളിൽ ദൂതന്മാർ പാർക്കുന്നുണ്ടോ? യോബിൻ്റെ പുസ്തകം ഒരു സൂചന തന്നു. യോബിൻ്റെ പുസ്തകം പറഞ്ഞു, നക്ഷത്രങ്ങൾക്ക് ഭൂമിമേലുള്ള സ്വാധീനം നിനക്കറിയാമോ? നക്ഷത്രങ്ങൾക്ക് എങ്ങനെ ഭൂമിയുടെ മേൽ സ്വാധീനതയുള്ളത്? അതെ, അതിനകത്ത് വസിക്കുന്ന ദൂതന്മാരാണ് ഈ സ്വാധീനത കൊണ്ടുവരുന്നത്. നക്ഷത്രങ്ങൾക്ക് ഭൂമിമേലുള്ള സ്വാധീനത നിനക്കറിയാമോ? ദൈവം യോബിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. 2, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ദെബോര എന്ന പ്രവാചകി പാടുന്ന ഒരു പാട്ടാണ്. ഈ ദെബോര വന്ന് തൻ്റെ ആളുകളുമായി സീസറിനോട് യുദ്ധം ചെയ്തു. സീസർ ചക്രവർത്തിയോട് യുദ്ധം ചെയ്തു. അവൾ ജയിച്ചു. അന്ന് ഇസ്രയേൽ കേവലം ശിലായുഗത്തിലാണെന്ന് മറക്കരുത്. ദെബോരയുടെ യുദ്ധം നടക്കുമ്പോൾ അവർ കേവലം ശിലായുഗത്തിലാണ്. ഒരു വെടിവെക്കാൻ തോക്കില്ല, അമ്പ് എടുത്ത് എയ്യുവാൻ അവർക്ക് അമ്പും വില്ലുമില്ല, അവർക്ക് കല്ല് പെറുക്കി എറിയാനേ ഒക്കെ തെളിവേറൊന്നുമില്ല. അതുപോലൊരു തകർന്ന സാഹചര്യം. എതിരെ വരുന്ന സീസർ 120 രഥങ്ങൾ ഉള്ള ലോഹയുഗത്തിൽ ജീവിക്കുന്നവനാണ്. ഇസ്രയേൽ അന്നും ശിലായുഗത്തിലാണ്. അവരുടെ ആയുധങ്ങളില്ല. പക്ഷെ ദൈവശക്തിയാൽ മാത്രം യുദ്ധം ചെയ്യാൻ വന്നു. അവർ ജയിക്കുകയും ചെയ്തു. ജയിച്ച് കഴിഞ്ഞ ശേഷം ദെബോര പാടിയ ഒരു പാട്ടുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 5:20 ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ സീസറോട് പൊരുതും. അടുത്തൊരു പദം കൂടെ ഉണ്ട്, അവരുടെ സ്വന്തം വഴികളിൽ നിന്ന്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദേ ഫോട്ട് ഫ്രം ദെയർ ഓൺ ഹൈവേസ്. അവർക്കവിടെ ഹൈവേ ഉണ്ട്. ഇന്നതിലെ പൊക്കോണമെന്ന് തമ്പുരാൻ പറഞ്ഞാക്കിയ വഴികളുണ്ട്. അവിടെ നിന്നാണ് അവർ യുദ്ധം ചെയ്തത്. നക്ഷത്രങ്ങളിലെ ദൂതന്മാരെക്കുറിച്ച് സൂചനകൾ ബൈബിളിലുണ്ട്. അതെ, ദൂതന്മാരുണ്ടായിരുന്നു. പെന്തക്കോസ് മണ്ഡലം ആദ്യം മുതൽ അവസാനം വരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നവന്ന് ഇന്ന് പെന്തക്കോസിൻ്റെ പേരിൽ ഒരുപാട് അപക്വജീവികൾ ഈ ഇരുളിൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് കയറിയിട്ടുണ്ട്. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്. പെന്തക്കോസിലുണ്ടായിരുന്നവർ ഒരുപോലെ വിശ്വസിച്ചിരുന്ന ഒന്ന്. ഇതിനകത്ത് ലൂസിഫർ എന്ന് പറയുന്നൊരു ദൂതനുണ്ടായിരുന്നു. എനിക്കൊന്നത് സാധാരണക്കാരെല്ലാം പറയുന്നതാണ്. ലൂസിഫർ എന്നൊരു ദൂതനുണ്ടായിരുന്നു. വ്യക്തമായ തെളിവുകൾ, സൂചനകൾ ബൈബിളിലുണ്ട്. അവൻ ദൈവത്തോടുകൂടെ സ്വർഗത്തിൽ താമസിക്കുകയായിരുന്നു. അങ്ങനെ സ്വർഗത്തിൽ ലൂസിഫർ താമസിച്ചിരുന്നപ്പോൾ ലൂസിഫർ സ്വർഗത്തിൽ പാപം ചെയ്തു. ഞാനതിനെ വിശദീകരിക്കുന്നില്ല. ലൂസിഫർ സ്വർഗത്തിൽ പാപം ചെയ്തതിനാൽ അദ്ദേഹത്തെ പാർപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ് ഭൂമി. നമ്മൾ ഒറ്റ വാക്കിൽ ഇങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ 2 പേർക്കും ആയുസ് ഒന്നാണെന്ന് തോന്നിയേക്കാം. എൻ്റെ അപ്പൻ 5 മക്കളുണ്ടെന്ന് പറയുന്നതിൻ്റെ അർത്ഥം 5 പേരും കൂടി ഒരു ദിവസം ജനിച്ചെന്നല്ല. ഈ 5 പേർക്കും തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്. ഇതുപോലെ തന്നെ ആകാശത്തിനും ഭൂമിക്കും തമ്മിൽ പ്രായവ്യത്യാസമുണ്ട്. ശാസ്ത്രത്തിൻ്റെ നിഗമനമനുസരിച്ച്, ശാസ്ത്രത്തിൻ്റെ കണക്കനുസരിച്ച് ആകാശം സൃഷ്ടിക്കപ്പെട്ട് 920 കോടി, സംശയമുണ്ട്, 930 എന്ന് പറയുന്നവരുമുണ്ട്, 920 എന്ന് പറയുന്നവരുമുണ്ട്, കോടി വർഷങ്ങൾ കഴിഞ്ഞാണ് ഭൂമി സൃഷ്ടിക്കപ്പെട്ടത്. ഭൂമിക്ക് അത്രയും ആയുസ് കുറവാണ്, അതിന് പ്രായം കുറവാണ്. എന്തിനു വേണ്ടിയാണ് ദൈവം ഭൂമി സൃഷ്ടിച്ചത്? ലൂസിഫറിനെ പാർപ്പിക്കാനാണ്. സ്വർഗത്തിൽ പാപം ചെയ്തവനായ ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളുവാൻ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, അവനെ ഇവിടെയാക്കി. ഇത് പെന്തക്കോസ്തുകാർ സാധാരണഗതിയിൽ പഠിപ്പിക്കാറില്ല. പക്ഷെ വേദപുസ്തകം ആഴത്തിൽ ഇറങ്ങുന്നവർ, ശാസ്ത്രവുമായി താരതമ്യം ചെയ്യുന്നവരെല്ലാം പറയാറുണ്ട് അവനെ പാർപ്പിക്കേണ്ടതിന് വേണ്ടി ഇതുണ്ടാക്കി. ലൂസിഫറിനെ ഭൂമിയിലേക്ക് തള്ളി. ലൂസിഫർ ഭൂമിയിലും പാപം ചെയ്തു. ഭൂമിയിൽ പാപം ചെയ്തതിനാൽ അവനെ ദൈവം ഭൂമിയിൽ നിന്നും മാറ്റി ദൈവം ഭൂമിയെ ശിക്ഷിച്ചു. ലൂസിഫർ പണ്ടിവിടെ ഭരിച്ചിരുന്നു എന്നതിൻ്റെ 100% തെളിവുകൾ നമുക്ക് ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ കഴിയും. ഞാൻ ഇന്നത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവിൽ ഒരു തടിക്കഷണം വെച്ചിരുന്നു. വുഡ് റോക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഒരു തടിക്കഷണം വെച്ചിരുന്നു. അതിലൊരു എഴുത്തുണ്ടായിരുന്നു, ഞങ്ങൾ വുഡ് റോക്സ്, ഫോസിലുകളായി മാറിയ ഫോസിലുകൾ, പ്രായം 2 കോടി വർഷം. 2 കോടി വർഷം. വേദപുസ്തകത്തിൽ നമുക്ക് ലഭിക്കുന്ന ചില്ലറ കണക്കനുസരിച്ച് ആദമിനെ സൃഷ്ടിച്ചിട്ട് ആകെ 6000 കൊല്ലമേ ആയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ 2 കോടിയുടെ കണക്ക് എവിടെ? 1000 എവിടെ കിടക്കുന്നു, കോടി എവിടെ കിടക്കുന്നു?
ഈ കോടിയുടെ കണക്കെങ്ങനെ? അതെ, ആദമിനെ സൃഷ്ടിച്ചിട്ട് ഇത്രയായുള്ളൂ, പക്ഷേ അതിന് മുന്നമേ ഇവിടെ വാസമുണ്ട്. ഈ ലൂസിഫറും അവൻ്റെ സൈന്യവും ഇവിടെ വാണിരുന്നു. ഞാൻ ആ തെളിവിലേക്ക് പോകുന്നില്ല, എന്നതിന് ഒക്കത്തില്ല. ഇവിടെ വാണിരുന്നു. 100% വ്യക്തമായ തെളിവുകൾ ശാസ്ത്രത്തിലുണ്ട്. ഇവൻ ഇവിടെയും പാപം ചെയ്തതിനാൽ അവനെ ഇവിടുന്ന് മാറ്റി, അവനെ ഇവിടുന്ന് ആകാശത്തിലേക്ക് തെറിപ്പിച്ചു. അതുവരെ ഇവനെ ഈ ലോകത്തിൻ്റെ പ്രഭു എന്നാണ് വിളിച്ചിരുന്നത്. ഇന്നും അവനെ പഴയ പേരിൽ വിളിക്കുന്നവരുണ്ട്, ഈ ലോകത്തിൻ്റെ പ്രഭു, ബൈബിളിൽ കിടപ്പുണ്ട്. പക്ഷെ ഇവനെ ആകാശത്തിലോട്ട് തള്ളിയതോടെ പുള്ളിയുടെ പേര് മാറി ആകാശത്തിൻ്റെ അധിപനെന്ന് പേരായി. ഇവനെ ഇവിടുന്ന് തള്ളി. ഇപ്പം ഇന്ന് രണ്ടുപേരും അവനുണ്ട്. കാര്യം നമുക്കിതിൻ്റെ ചരിത്രം വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. ആകാശത്തിൻ്റെ അധിപൻ എന്ന അന്ന് മുതൽ അവനെ ബൈബിൾ വിളിച്ചു തുടങ്ങി. ഓക്കെ, അതിന് ശേഷമാണ് ദൈവം ആദമിനെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നത്. ലൂസിഫറിനെ ഇവിടുന്ന് മാറ്റിയ ശേഷമാണ് ആദമിനെ സൃഷ്ടിക്കുന്നത്. സൂചന ബൈബിളിൽ എടുക്കാം. ആദമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ, ഉൽപ്പത്തിയിൽ ആദമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക എന്നൊരു വാക്ക് കിടപ്പുണ്ട്. ഓർമ്മയുണ്ടല്ലോ? ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ കിങ് ജെയിംസിൽ ഇരുട്ടിൻ്റെ സാമ്രാജ്യത്തിന് ഒരുപാട് പണിയുണ്ട്. ബൈബിളിനകത്ത് വരെ കൃത്രിമം ഇഷ്ടം പോലുണ്ട്. ഇതിനകത്തെ ആധികാരിക വേദപുസ്തകമെന്ന് വിളിക്കാവുന്നത് കിങ് ജെയിംസ് വെർഷനാണ്. അത് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്. കിങ് ജെയിംസ് വെർഷൻ, ജനറലി നോൺ ആസ് ദി ഓതറൈസ്ഡ് വെർഷൻ. എഴുതിയിരിക്കുന്ന വാക്കതാ, ജനറലി നോൺ ആസ് ദി ഓതറൈസ്ഡ് വെർഷൻ. അതിനകത്തെ ഓതറൈസ്ഡ് വേർഷനായ കിങ് ജെയിംസ് വെർഷനിൽ വായിക്കുമ്പോൾ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക എന്ന പദം കൊടുത്തിരിക്കുന്നത് റീപ്ലനീഷ് എന്ന വാക്കാണ്. റീപ്ലനീഷ് എന്ന വാക്കിൻ്റെ അർത്ഥം വീണ്ടും സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക എന്ന. സന്താനപുഷ്ടിയുള്ളവനായി ഒന്നാം പ്രാവശ്യം പെരുകാനല്ല, വീണ്ടും പെരുകാൻ. മോനെ ആദമേ, നീ കണ്ടിട്ടില്ല, ഈ ഭൂമി മുഴുവനും വേറെ ഒരു തരം ജീവികളെ കൊണ്ട്, അതായത് ദൂതന്മാരുടെ അനന്തരവന്മാരെ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അവന്മാരെ മുഴുവനും ഞാൻ മാറ്റിയ ശേഷമാണ് നിന്നെ സൃഷ്ടിച്ചത്. നീ തിരിച്ച് ഇവിടെ പെറ്റുപെരുകണം. യു ഹാവ് ടു റീപ്ലനീഷ്. ഈ പദങ്ങൾ വിട്ടുപോകുന്നത് കൊണ്ടാണ് നമുക്ക് പലതും മറന്നു പോകുന്നത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഈ പദത്തെ എടുക്കാൻ താല്പര്യപ്പെടുന്നു. വേദപുസ്തകത്തിൽ റീപ്ലനീഷ് എന്ന പദം 2 പ്രാവശ്യമേ ഉള്ളൂ. ഇതും കൂടെ കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ മഹത്വം മനസ്സിലാകുന്നത്. ഈ റീപ്ലനീഷ് എന്ന പദം, വീണ്ടും സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക എന്ന പദം 2 പ്രാവശ്യമേ ഉള്ളൂ. ഒന്നാമത്തെ പ്രാവശ്യം പറയുന്നത് ആദമിനോടാണ്, വീണ്ടും പെരുകുക. 2ാം പ്രാവശ്യം പറയുന്നത് നോഹയോടാണ്. നോഹയുടെ കാലത്തും ഭൂമി മുഴുവനും മനുഷ്യനെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഈ മനുഷ്യനെ മുഴുവനും ജലപ്രളയം കൊണ്ട് ദൈവം തുടച്ചു മാറ്റി. നോഹ പെട്ടകത്തിൽ നിന്ന് വെളിയിൽ വന്നു യഹോവയ്ക്ക് ഒരു യാഗം കഴിച്ചു. ദൈവം ആ സാഹചര്യത്തിൽ നോഹയോട് പറയുന്നതാണ് റീപ്ലനീഷ്. മോനെ, ആദം കണ്ടിരുന്നില്ല ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്, പക്ഷെ ദൈവത്തിന് അറിയാമായിരുന്നു. പക്ഷെ നീ കണ്ടവനാ ഭൂമി മുഴുവനും നിറഞ്ഞത്. റീപ്ലനീഷ്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ കൂടുതൽ സൂചനകളുടെ ആവശ്യമില്ല ബൈബിളിൽ നിന്ന്. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആരംഭത്തിൽ ദൈവം ലൂസിഫറിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ മറ്റ് ചരിത്ര പുസ്തകങ്ങളുടെ സഹായത്തോടെ മനസ്സിലാകുന്നത്, ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഭൂമിയിൽ പെരുകുവാനും ദൈവിക കൾച്ചറിൽ, ദൈവിക സംസ്കാരത്തിൽ ഭൂമിയെ കൊണ്ടുപോകുവാനും ദൈവം ആഗ്രഹിച്ചിരുന്നു. എങ്കിൽ മാത്രമേ ഇതിനെ ദൈവരാജ്യമെന്ന് വിളിക്കാനൊക്കത്തുള്ളൂ. ദൈവരാജ്യമായി പോകേണ്ടതിന് വേണ്ടി ദൈവിക സംസ്കാരം, ദൈവിക കൾച്ചർ ഇവിടെ സൂക്ഷിക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടു. അവൻ തകർത്തു. അവൻ്റെ കൾച്ചർ കൊണ്ടുവന്നു. ഇന്നും നടക്കുന്നതാ. അവൻ്റെ കൾച്ചർ കൊണ്ടുവന്നു. അവൻ ദൈവത്തിൻ്റെ കൾച്ചറിൽ നിന്നില്ല. ആകയാൽ ദൈവം അവനെ അന്തരീക്ഷത്തിലേക്ക് തള്ളി. ഒത്തിരി ഉണ്ടത്, ഞാനത് വിശദീകരിക്കുന്നില്ല. അവനെ അന്തരീക്ഷത്തിലേക്ക് തള്ളിയ ശേഷം ആദമിനെ സൃഷ്ടിച്ചു. ആദമിനെ ഏദനിൽ കൊണ്ടാക്കിയേച്ച് ദൈവകൽപ്പന അനുസരിച്ച് പോകാൻ പറഞ്ഞു. 1ാം കൽപ്പന അവൻ അന്ന് തുടർന്നങ്ങ് തെറ്റിച്ചു. തോട്ടം സൂക്ഷിച്ചോണമെന്നും പറഞ്ഞ് ആദ്യമേ ആക്കുന്നത്. ആദമിനെ ഏദൻ തോട്ടത്തിലോട്ട് ആക്കുമ്പോൾ തോട്ടം സൂക്ഷിക്കാനാക്കിയത്. ആ പുള്ളി പാമ്പിനെ കയറ്റാൻ റൈറ്റില്ലായിരുന്നു, കയറ്റി. അമ്മച്ചിയാണ് കയറ്റിയത്, പാമ്പിനെ കയറ്റി. തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞത് തീറ്റിക്കേണ്ടതിന് വേണ്ടി പാമ്പിനെ കൊണ്ടുവന്നതാണ്. ഇവനെ കൊണ്ട് കയറ്റി. അങ്ങനെ ആ പഴം പറിച്ചു തിന്നു. ആദം ഹവ്വമാരെ ദൈവം തോട്ടത്തിൽ നിന്ന് തള്ളി. ആദമിനെ ദൈവം ഏൽപ്പിച്ചത് ദൈവിക കൾച്ചറിൽ കൊണ്ടുവരാനായിരുന്നു. ഒത്തില്ല, അവൻ പരാജയപ്പെട്ടു. 1, ലൂസിഫർ പരാജയപ്പെട്ടു. 2, ആദം പരാജയപ്പെട്ടു. 3, ദൈവം നോഹയെ തിരഞ്ഞെടുത്തു. നോഹയോട് പറഞ്ഞു സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക. പക്ഷേ ബൈബിൾ പറയുന്നത് നോഹയുടെ കാലത്തും ഇതുപോലെ തന്നെ ദൈവദൂതന്മാർ ഭൂമിയിലേക്ക് വരികയും
പൈശാചിക കൾച്ചറിൽ ഭൂമി പോകുകയും ചെയ്തു. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുവാൻ കഴിഞ്ഞില്ല. വീണ്ടും അവനെ തള്ളി ദൈവം ഒരു അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രഹാമിനെ തിരഞ്ഞെടുത്തേച്ച് പറഞ്ഞു, ഞാൻ ലോകത്തെ കൈവിടുകയാണ്, ജാതികളുടെ കാലമെന്ന് പറഞ്ഞ് ഞാനൊരു കാലഘട്ടം മാറ്റുകയാണ്. ഈ ജാതികളുടെ കാലത്ത് ഇതൊന്നും എനിക്കിന്ന് വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഉള്ള സമയം കൊണ്ട് ഒക്കുന്നതിൻ്റെ പരമാവധി പറഞ്ഞു പോകാനാ ഞാൻ താല്പര്യപ്പെടുന്നത്. നീ അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അന്ന് വേറൊരു പ്രശ്നം നടന്നു. നോഹയുടെ കാലം മുതൽ നിമ്രോദ് എന്ന് പറയുന്ന ആളിൻ്റെ കാലം വരെ പോയി. നിമ്രോദിൻ്റെ കാലമായപ്പോഴത്തേക്ക് വീണ്ടും പ്രത്യേകിച്ചും ആ ഏരിയകൾ, ആ മധ്യധരണി പ്രദേശങ്ങൾ ഏറെക്കുറെ നിറഞ്ഞു. ആ നിറഞ്ഞ സാഹചര്യത്തിലാണ് ഇവൻ ദൈവിക സംസ്കാരം വിട്ടു, അവൻ പൈശാചിക സംസ്കാരത്തിലായി. ഇന്ന് വ്യക്തമായ തെളിവില്ലാതെ പക്ഷേ സൂചനകൾ വെച്ചുകൊണ്ട് പറയാം. ഞാൻ സൂചനകളെന്ന് പറയുമ്പോൾ ചരിത്രരേഖകളുണ്ട്, ആ ചരിത്രരേഖ വെച്ചുകൊണ്ടാണ്. അല്ലെ എനിക്ക് സൃഷ്ടിക്കാൻ ഒക്കത്തില്ല. സൂചനകൾ മാത്രം ബൈബിളിലും കിട്ടും. ബൈബിളിൽ സൂചനയുണ്ട്, ചരിത്രങ്ങളിൽ വ്യക്തമായ തെളിവോടുകൂടെ എഴുതിയിട്ടിരിക്കുന്നത്. ആഭിചാര പ്രവൃത്തികൾ അവൻ ആരംഭിച്ചു. അത് ദൈവിക സംസ്കാരത്തിൽ നിന്ന് 100% വിപരീതമാണ്. 100% അവൻ ആഭിചാര പ്രവൃത്തികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് ദൈവം അവനെ കൈവിട്ടു. അവനെ കൈവിട്ടേച്ച് പറഞ്ഞു, മുഴുവൻ ലോകത്തെയും ഞാൻ കൈവിടുകയാണ്. എന്നാൽ അബ്രഹാം എന്ന ഒരൊറ്റപ്പെട്ട വ്യക്തിയെ വിളിച്ചു. ഇനി മുതൽ ഇച്ചിരൂടെ ഗൗരവത്തിൽ മനസ്സിലാകണം. അബ്രഹാമിനെ വിളിച്ചേച്ച് പറഞ്ഞു, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരിക. ബാക്കിയുള്ളതിനെ ഞാൻ കൈവിട്ടു. അതിനകത്തെ ESV എന്ന് പറയുന്നൊരു വേർഷനുണ്ട്. ആ ESV ബൈബിളിനകത്ത് പറയുന്നത് ഐ സോൾഡ് ദം ഔട്ട്. ഞാൻ അവരെ വില വാങ്ങിച്ച് വിറ്റ് കളഞ്ഞു. വില വാങ്ങിച്ചില്ല, ഞാൻ അവരെ വിലയ്ക്ക് വിറ്റതുപോലെ തീറാധാരം പിശാചിന് കൊടുത്തു. അവർ പൊക്കോട്ടെ, എനിക്കവരെ വേണ്ട. അവർക്ക് എന്തും ചെയ്യാം, ഏത് കൾച്ചറിലും നടക്കാം. പക്ഷേ അബ്രഹാമേ, നിനക്ക് പറ്റത്തില്ല. നീ എൻ്റെ പ്രമാണത്തിൽ നടന്നേ പറ്റൂ. നിനക്കൊരു ഇച്ചിരേ സ്ഥലം ഞാൻ തരാം, ഫ്രാത്ത് മുതൽ മഹാനദി വരെ. അങ്ങനെ പറഞ്ഞാൽ നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാകത്തില്ല. നമുക്ക് ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഇന്നത്തെ കണക്കനുസരിച്ച് ഈ ഭൂമിക്ക് ആകെപ്പാടെ 510 മില്യൺ എന്ന് പറഞ്ഞാൽ 5,100,00,000 സ്ക്വയർ കിലോമീറ്റർ വലിപ്പമുണ്ട്. 510 മില്യൺ സ്ക്വയർ കിലോമീറ്റർ, 510 മില്യൺ സ്ക്വയർ കിലോമീറ്ററാണ് ഭൂമിയുടെ വലിപ്പം. ഇതിനകത്തെ കരഭാഗം അബ്രഹാമിന് കൊടുത്തത് ഫ്രാത്ത് മുതൽ മഹാനദി വരെയാണ്. അത് 22,000 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. 510 മില്യനും 22,000 തമ്മിൽ താരതമ്യം ചെയ്താൽ ഈ ആകെയുള്ള ഭൂമിയെ 25 ലക്ഷം കഷണങ്ങളായി മുറിച്ചാൽ, ഈ ഭൂമിയെ 25 ലക്ഷം കഷണങ്ങളായി മുറിച്ചാൽ അതിൽ ഒരു കഷണം ഞാൻ അബ്രഹാമിന് തരാം. ബാക്കി മൊത്തം ഞാൻ ജാതികൾക്ക് കൊടുക്കുക. വിറ്റു, അവർ തോന്നിയതിലേ പോട്ടെ, എനിക്കവരെ വേണ്ട. ദൈവത്തിങ്കൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും വീണ്ടെടുപ്പ് നടക്കുകയും ചെയ്യുമ്പോൾ ലോകവ്യാപകമായി മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാം. അതുവരെ അവർ പൊക്കോട്ടെ. രക്ഷയും ദൈവവും അബ്രഹാമിനും മാത്രം. ബാക്കിയുള്ളതിനെ മുഴുവനും ജാതി എന്ന് വിളിക്കും. എന്നിട്ട് അബ്രഹാമിൻ്റെ ശേഷം തലമുറയ്ക്ക് മോശ മുഖേന കൽപ്പന കൊടുത്തു. മോശ മുഖേന കൊടുക്കുന്ന കൽപ്പനകളൊക്കെ ഭയങ്കരം. ദൈവത്തിൻ്റെ കൾച്ചർ അങ്ങനെ കാണിക്കുക. ലേവ്യ പുസ്തകത്തിലൊന്ന് വായിച്ചു നോക്കണം. മുടി വെട്ടുന്നതിൽ വേർപാട്. ജാതികൾ മുടി വെട്ടുന്ന പോലെ നിനക്ക് വെട്ടാനൊക്കത്തില്ല. ജാതികൾ മീശ വടിക്കുന്ന പോലെ നിനക്ക് മീശ വടിക്കാനൊക്കത്തില്ല. ജാതികൾ ശരീരത്ത് കളർ പുരട്ടുന്ന പോലെ നിനക്ക് പുരട്ടാനൊക്കത്തില്ല. ജാതികൾ കിഴിക്കുന്നത് പോലെ നിനക്ക് കിഴിക്കാനൊക്കത്തില്ല. ഭയങ്കര പ്രമാണമാണ്. ലേവ്യ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. നീ ശരീരത്ത് മുറിവുണ്ടാക്കരുത്, നീ ഈ പച്ച കുത്തരുത്, നിൻ്റെ തലയുടെ അരികെ വടിക്കരുത്, താടിയുടെ അറ്റം വികൃതമാക്കരുത്. ഷേവിങ്ങിലും അവിടം വരെ വ്യത്യാസം. വേറൊന്നാം, നിൻ്റെ വസ്ത്രം ധരിക്കുന്നത് എങ്ങനെ വേണം? 2 നൂലുകൾ കൊണ്ട് ചേർത്ത വസ്ത്രം നിനക്ക് പാടില്ല. വസ്ത്രധാരണത്തെക്കുറിച്ച് ദൈവം പറഞ്ഞു. ഇനിയും ഉഴാൻ പോകുന്നിടത്ത് കാളയും കഴുതയും കൂടെ കെട്ടി ഉഴരുത്. ദൈവത്തിന് എല്ലാത്തിനും വേർപാടുണ്ട്. ഒന്നും തമ്മിൽ മിക്സ് ചെയ്യരുത്. ഇതെല്ലാം ജാതികളുടെ പ്രമാണമാണ്. നീ പോകരുത്. നീ എൻ്റെ ആയിരുന്നോണം, എൻ്റെ ആയിട്ട് നീ വളർന്നോണം, എൻ്റെ കൾച്ചർ സൂക്ഷിച്ചോണം. ഇനി ഞാനൊരു ചെറിയ ഇൻഫർമേഷൻ ബൈബിളിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പോവാം.
നമ്മൾ സാധാരണ കാണുന്നത് വേദപുസ്തകത്തിൽ 10 കൽപ്പനകളെന്നല്ലേ, 10 കൽപ്പനകൾ. പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് 613 കൽപ്പനകളുണ്ട്. 613 കൽപ്പനകൾ. അതിൽ 10 കൽപ്പനയെന്ന് തന്നെ വിളിക്കും. മറ്റുള്ളതിനെ മിസ്ബോത്തുകൾ എന്നാണ് അവർ വിളിക്കുന്നത്. മിസ്ബോത്തുകൾ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാം. കൽപ്പനകൾ, ചട്ടങ്ങൾ, പ്രമാണങ്ങൾ എന്ന് 3 ഗ്രൂപ്പുണ്ട്. ഒന്ന് കൽപ്പന, അത് അതിഗാംഭീര്യം. രണ്ടാമത്തേത് പ്രമാണങ്ങൾ, അത് രണ്ടാമത്തേത്. 3 ദൈവത്തിൻ്റെ ചട്ടങ്ങൾ. ഒരു ശബത്ത് നാളിൽ എന്നെ കനമുള്ള ഉടുപ്പ് ധരിക്കാം, അതിന് വരെ പ്രമാണമുണ്ട്. ഒരു തമാശയുള്ള കാര്യം ഞാൻ പറയാം. ശബത്തിൽ ജോലി ചെയ്യാൻ പാടില്ല യഹൂദന്. കഴിഞ്ഞ ഒരു ദിവസം, കഴിഞ്ഞ ഒരു പ്രാവശ്യം, ചില വർഷങ്ങൾക്ക് മുമ്പേ ഞാനൊരിക്കൽ അമേരിക്കയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതനുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കാൻ പോവാം. ആ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കാൻ അവിടെ പോയി ആ ലിഫ്റ്റേ കൂടെ മേളിലോട്ട് കയറണം. എനിക്കൊന്ന് 4-മത്തെയോ 5-മത്തെയോ നിലയിലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ആ ലിഫ്റ്റിൻ്റെ അവിടെ ചെന്ന് നിന്നപ്പോൾ കുറേ യഹൂദ പിള്ളേർ, വട്ടത്തിലുള്ള കൊച്ചു തൊപ്പിയൊക്കെ വെച്ച് കുറേ യഹൂദ പിള്ളേർ വന്ന് ഇങ്ങനെ ലൈൻ നിൽക്കുക. ഇവന്മാരും ലിഫ്റ്റിൻ്റെ ബട്ടൺ ഓൺ ചെയ്തിട്ടില്ല. ഇതൊരു ശനിയാഴ്ച, ശബത്താ, ശനിയാഴ്ച. ഇവർ ഒരെണ്ണം ഇതിൻ്റെ ബട്ടൺ ഓൺ ചെയ്തിട്ടില്ല. ഇവിടെ വെളിയിൽ ഇങ്ങനെ ലൈൻ നിൽക്കുക. ഞങ്ങൾ വന്ന് ലൈൻ കണ്ടുകൊണ്ട് ഇതിൻ്റെ പുറകിലോട്ട് ഞാൻ മാറി നിന്നു. അന്നേരത്താണ് എന്നെ കൊണ്ടുവന്ന പുള്ളി പറഞ്ഞത്, വേണ്ട ബ്രദർ, കയറിപ്പോര്, ഇവന്മാർ യഹൂദന്മാർ പിള്ളേരാ, അവർ ശനിയാഴ്ച ദിവസം ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യത്തില്ല, അന്ന് മിഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹം മുമ്പിൽ ചെന്ന് ലിഫ്റ്റിൻ്റെ ബട്ടൺ പ്രസ് ചെയ്തു, ലിഫ്റ്റ് തുറന്നു. ഞങ്ങൾ കയറി, യവന്മാരെല്ലാം കൂടെ കയറി ചുമ്മാർ പറയുന്നത്, അങ്ങളെ 3-മത്തെ ഒന്ന് ഞെക്കിയേക്കണേ, 5-മത്തെ ഒന്ന് ഞെക്കിയേക്കണേ, 7-മത്തെ ഒന്ന് ഞെക്കിയേക്കണേ, 12-മത്തെ ഒന്ന് ഞെക്കിയേക്കണേ. കാര്യം അവർ തൊടത്തില്ല. ശബത്താ, എൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അതുപോലെ ആചരിച്ചോണം അവരത് ചെയ്യുന്നതാണ്. ഇന്നും ഇത് മിസ്ബോത്തുകൾ 613 അവർക്ക് കൊടുത്തു. എന്നിട്ട് മോശ മുഖേന കൊടുത്തിരിക്കുന്ന അടുത്ത പ്രമാണം, ഈ കൽപ്പനകൾ അനുസരിക്കാത്തവനെ അമ്പെയ്തോ കല്ലെറിഞ്ഞോ കൊല്ലണം. അവൻ എൻ്റെ സാമ്രാജ്യത്തിൽ പെടുന്നവനല്ല. എൻ്റെ സാമ്രാജ്യത്തിൽ പെടുന്നവൻ മാത്രം ഞാൻ കൊടുത്ത നാട്ടിൽ പാർത്താൽ മതി. ഈ ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള ഏരിയയിൽ എൻ്റെ സാമ്രാജ്യം ഞാൻ അബ്രഹാമിന് തന്നിരിക്കുക. അതിനകത്ത് വേറൊരുത്തനെ കയറ്റരുത്. അതിനകത്ത് കയറ്റിയാൽ പണ്ട് ഔവായിക്ക് പറ്റിയപ്പോഴിരിക്കും, ഇവർക്കത് പറ്റുകയും ചെയ്തു. അതിനകത്ത് കയറ്റിയാണ്ട് അവന്മാർ തൻ്റെ വഴി നടക്കുന്നു. അരുതാത്തതിനെ കയറ്റി തിരിച്ചൊരു റിസർവേഷൻ നടക്കുകയാണ്. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അബ്രഹാമിന് കേവലം 25 ലക്ഷത്തിൽ ഒരു ഭാഗം ഭൂമി കൊടുത്തേച്ചു പറഞ്ഞു, എൻ്റെ സന്തതി നിന്നിലൂടെ ജനിക്കണം. അതിനുവേണ്ടിയാണ് നിന്നെ നിർത്തുന്നത്. അത് വേണമെങ്കിൽ സകല പ്രമാണങ്ങളും സൂക്ഷിച്ചേ പറ്റൂ. സകല പ്രമാണങ്ങളും ആത്മയുദ്ധം എന്നൊരളവിൽ അതിനെ വിളിക്കാം. ഇങ്ങനെ ദൈവം അബ്രഹാമിന് സ്ഥലം കൊടുത്തു. അബ്രഹാമിൽ നിന്ന് കർത്താവായ യേശു ജനിച്ചു. യേശു ജനിച്ച ശേഷം യേശുവിനെ അറിയപ്പെടുന്നത് ഒടുക്കത്തെ ആദാമെന്നാണ്. 1-മത്തെ ആദാം തെറ്റിപ്പോയതിന് പകരം ദൈവം ഒടുക്കത്തെ ആദമായി യേശുവിനെ അയച്ചു. ഈ യേശു ഒരു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം. അവർ ചോദിച്ചത് കൊണ്ടാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് അവർ പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതൊന്ന്, അങ്ങയുടെ രാജ്യം വരണമേ. ഞാൻ ഏറെക്കുറെ എൻ്റെ ആശയത്തിലെത്തുക. എന്താ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ രാജ്യം വരണമേ. ഇവിടെ നിങ്ങൾക്കൊരു യുദ്ധമുണ്ട്, ആ യുദ്ധത്തിൽ നിങ്ങൾ തോൽക്കരുത്. എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി 1 മണിക്കൂറും കൂടെ എൻ്റെ മുമ്പിൽ കിട്ടിയേക്കാം. എങ്കിൽ പറയാവുന്നതിൻ്റെ പരമാവധി ഞാൻ പറയട്ടെ. ഈ ബേസിസിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു അടിസ്ഥാനത്തിന്മേൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാൻ. ഇനി ഞാൻ മുന്നോട്ട് പോട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യമാണ് എനിക്ക് ആദ്യമായി വായിക്കാൻ ആഗ്രഹമുള്ളത്. മത്തായിയുടെ സുവിശേഷം. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മതി. ഞാൻ ബൈബിളിനെ കുറിച്ചും ഒരു എക്സ്ക്യൂസ് എല്ലാവരോടും പറഞ്ഞോട്ടെ. ഞാനൊരു ഐപാഡിൽ നിന്നാണ് വായിക്കുന്നത്. കാരണം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഒരുപാട് പോയി. എനിക്ക് ബൈബിൾ വായിക്കത്തില്ല. ബൈബിൾ വായിക്കാൻ വയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്യാൻസറിൻ്റെ സർജറി, അത് കഴിഞ്ഞ ശേഷം സ്ട്രോക്ക്, ഇങ്ങനെ പലതും ഒന്നിന് പുറകെ ഒന്നായി വന്നതുകൊണ്ട് ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അതിലൊന്ന്, എനിക്ക് ബൈബിളിലെ ചെറിയ അക്ഷരം വായിക്കത്തില്ല. ആ ഒറ്റ കാരണത്താൽ ഞാൻ ഈ ഐപാഡാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്തുനിന്നാണ് ബൈബിൾ വായിക്കുന്നത്. ദയവായി ക്ഷമിക്കണം, വലുതാക്കി കാണാൻ വേണ്ടി മാത്രമാണ്.
നിങ്ങൾക്കറിയാമോ, ഞാൻ മൊബൈൽ ഫോണിൽ നിന്ന് ഞാൻ ബൈബിൾ വായിക്കത്തില്ല. ആരും അത് ശ്രദ്ധിച്ച് കാണത്തില്ല. എല്ലാവരും വായിക്കുന്നവരോട് എനിക്കൊരു വിരോധവുമില്ല. പക്ഷെ മൊബൈൽ പലതിനും ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ പലതിൻ്റെ കൂട്ടത്തിലൊന്നായി ബൈബിളിനെ എനിക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാത്തത്. എനിക്ക് പലതിലും ആയിട്ട് ബൈബിൾ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മൊബൈലിൽ നിന്ന് ബൈബിൾ വായിക്കാത്തത്. എൻ്റെ ഈ ഐപാഡിനകത്ത് ബൈബിൾ അല്ലാതെ ഭൂമിയിൽ യാതൊന്നിനും ഞാനിത് ഉപയോഗിക്കത്തില്ല. കാര്യം അതിൻ്റെ വേർപാടുണ്ട്, അതിൻ്റെ വിശുദ്ധിയുണ്ട്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ പലതിനു വേണ്ടിയും പലത് വേർതിരിച്ചിട്ടുണ്ട്. കർത്തൃമേശ നടത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ട്രസ്സുണ്ട്, എൻ്റെ പെട്ടിക്കകത്തിരിപ്പുണ്ട്. കാര്യം ഇന്നലെ കർത്തൃമേശ ഉണ്ടായിരുന്നു, പങ്കെടുക്കണമായിരുന്നു. കർത്തൃമേശ നടത്താൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ട്രസ്സുണ്ട്. ആ ട്രസ് ഞാൻ ഒരു കാര്യത്തിന് ഉപയോഗിക്കത്തില്ല. സാധാരണ ദിവസത്തെ പ്രസംഗത്തിന് പോലും ഞാനത് ഇടത്തില്ല. ഞാനതിട്ടൊരു കടയിൽ പോകത്തില്ല. അതിനുവേണ്ടി ഞാൻ വേർതിരിച്ചതാണ്. കർത്തൃമേശ നടത്താൻ വേണ്ടി എൻ്റെ ചർച്ചിൽ പാത്രങ്ങൾ വേർതിരിച്ചിട്ടുണ്ട്. അത് ഭൂമിയിൽ വേറെ ഒന്നിനും ഉപയോഗിക്കത്തില്ല. അതിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവം ഞങ്ങളെ ആദരിച്ചു, ദൈവം ഞങ്ങളെ വളർത്തി. ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്, ഞാൻ 1983 ബഥേൽ ചർച്ചിൽ ചെല്ലുമ്പോൾ 22 അംഗങ്ങളായിരുന്നു. അന്ന് ഞങ്ങൾക്ക് കർത്തൃമേശ നടത്താൻ വേണ്ടി 60 ഗ്രാമുള്ള ഒരു ബണ്ണായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ വീഞ്ഞെടുക്കാൻ വേണ്ടി ഒരു സാധാരണ ഗ്ലാസ്സിനകത്ത് 3/4 ഗ്ലാസ് വീഞ്ഞായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും കർത്തൃമേശ എടുക്കുന്നവർ 22 അംഗങ്ങളെ ഉള്ളൂ. അപ്പോൾ 15 പേര് കൂടുതൽ കർത്തൃമേശ എടുക്കാൻ വരത്തില്ല. അവർക്കിത് മതിയായിരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ കരുണയാൽ 16 കിലോഗ്രാം ബ്രെഡാണ് ഞങ്ങൾ എടുക്കുന്നത്. അന്ന് 60 ഗ്രാമായിരുന്നു. ഇന്ന് 16 കിലോഗ്രാം ബ്രെഡാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇന്ന് എത്ര ബോട്ടിൽ നിറച്ച് വൈൻ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആക്കാൻ ഞാനല്ല അതുണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്നാൽ ദൈവം ഞങ്ങളെ വളർത്തി. നമ്മൾ ദൈവത്തെ മാനിച്ചാൽ, ദൈവരാജ്യത്തിന് വേണ്ടി നിന്നാൽ ദൈവം നമ്മളെ മാനിക്കും. പക്ഷേ ഈ രാജ്യങ്ങൾ തമ്മിൽ എന്നും യുദ്ധമുണ്ട്. ആ കാര്യം മറക്കരുത്. ഈ രാജ്യങ്ങൾ തമ്മിൽ എന്നും യുദ്ധമുണ്ട്. കർത്താവ് പത്രോസിനോട് പറഞ്ഞ പദമാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അപ്പോൾ പാതാള ഗോപുരവും ഞാനും തമ്മിൽ ഒരു നിരന്തര സമരമുണ്ട്. പാതാള ഗോപുരവും ഞാനും തമ്മിൽ ഒരു നിരന്തര സമരമുണ്ട്. അവൻ ജയിക്കത്തില്ല, സമരം നടന്നുകൊണ്ടിരിക്കും. ഈ വാക്യം ഇവിടെ നിൽക്കെ ഞാൻ പാരലലി വേറൊരിടത്ത് നിന്ന് കളരാൻ പോവാം. നമ്മിത് ഒന്നിച്ചു കൊണ്ടുവന്ന ശേഷം നമുക്ക് തുറന്ന് ചിന്തിക്കാം. ഇവിടെ പത്രോസിനോട് വരുന്നൊരു പദമാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പാതാള ഗോപുരം തൊട്ടിപ്പുറത്ത് നിൽപ്പുണ്ട്. ഈ പുള്ളിയുമായിട്ട് ഒരു യുദ്ധമുണ്ട് പത്രോസിന്, അല്ലെങ്കിൽ ദൈവസഭയ്ക്ക്. ഇനി പാതാള ഗോപുരവുമായി നേരത്തെ നടന്നൊരു യുദ്ധം ഞാനൊന്ന് തൊടാൻ പോവാം. ഭൂമിയെ ദൈവത്തിൻ്റെ കോളനിയാക്കി കൊണ്ടുപോകാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. ദൈവത്തിൻ്റെ കൾച്ചർ, ദൈവത്തിൻ്റെ സംസ്കാരം, ദൈവത്തിൻ്റെ ആധിപത്യം ഭൂമിയിൽ നിലനിർത്തുവാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. അതിനകത്ത് ഒട്ടും സ്വയ ഇച്ഛയില്ല. കാര്യം അങ്ങയുടെ വാ കൊണ്ട് നിർമ്മിച്ചതാണ്. ദൈവത്തിൻ്റെ വാ കൊണ്ട് നിർമ്മിച്ച ദൈവത്തിൻ്റെ ഭൂമിയിൽ വേറൊരുത്തനും അവകാശം പറയാനുള്ളതല്ല. ദൈവത്തിൻ്റെ വാ കൊണ്ട് നിർമ്മിച്ച ദൈവത്തിൻ്റെ ഭൂമിയിൽ അതിനെ എങ്ങനെ ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ ദൈവത്തിൻ്റെ കാര്യമാണ്. അത് വേറെ ആരും അതിനകത്ത് ഇടപെട്ടിട്ട് കാര്യമില്ല. ആ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ആദാം വീണ സാഹചര്യത്തിൽ, ലൂസിഫർ വീണു, അവനെ കളഞ്ഞു. ആദാം വീണു. ആദാമിനെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു വരും എന്ന ആശയത്തിൽ ഹവ്വായോടും ആദാമിനോടും ഇങ്ങനെ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതിയായി യേശു അവതരിക്കുമെന്നാണ് വേറൊരർത്ഥത്തിൽ. ഇത് ആ വരവിൽ ഇവൻ്റെ തലയെ തകർത്തേച്ചു. കൊല്ലുമെന്ന് പറഞ്ഞില്ല. കൊന്നിരുന്നെങ്കിൽ നമുക്ക് ശല്യമില്ലായിരുന്നു. ഒന്നില്ല. നമ്മുടെ പങ്ക് നമ്മളും ചെയ്യാൻ വേണ്ടി ദൈവം ഒരു അവസരം തന്നു. ഈ ആത്മയുദ്ധം എന്ന വിഷയമാണ് ഞാനിപ്പോൾ തുടർന്ന് അടുത്ത ഒരു മണിക്കൂറോളം എടുക്കാൻ പോകുന്നത്. ആത്മയുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സാധാരണ പറയാറുള്ള ഒന്ന്, എൻ്റെ വീട്ടിൽ പൂച്ചക്കുഞ്ഞിനെ വളർത്തുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും നല്ലതാണ്. ഇപ്പോൾ വളർത്തുന്നില്ല. കാര്യം ചർച്ചിൻ്റെ കെട്ടിടത്തിലൊക്കെയാണ് താമസിക്കുന്നത്. അവിടെയെങ്കിലും പൂച്ചയെ വളർത്താനുള്ള സൗകര്യമില്ല, അതിന് നേരവുമില്ല. അതുകൊണ്ട് വളർത്തുന്നില്ല. അതർവൈസ് എൻ്റെ ചെറുപ്പത്തിൽ ചർച്ചിൽ താമസമാകുന്നതിന് മുമ്പേ വരെ പൂച്ചകളെ വളർത്തുന്നത് എനിക്കിഷ്ടമായിരുന്നു. അതിൻ്റെ കുഞ്ഞൊക്കെ എൻ്റെ കൂടെ കയറി കിടക്കുകയൊക്കെ ചേർന്ന് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഓക്കെ, ഈ പൂച്ചക്കുഞ്ഞിനെ വളർത്തുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പൂച്ചയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ ഈ കുഞ്ഞുങ്ങളെ ഇര പിടിക്കാൻ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് തള്ളപ്പൂച്ചയ്ക്ക്. അത് പോയിട്ട് ഒരു പാറ്റായോ വല്ലോ അതിനെ പിടിച്ച് കടിച്ച്
അതിൻ്റെ മീശ മാത്രം അനങ്ങുന്ന പരുവാക്കും. ഇത് കുഞ്ഞിന് ഓടാനൊക്കത്തില്ല. അതിൻ്റെ മീശ മാത്രം അനങ്ങുന്ന പരുവാക്കിയിട്ട് കൊച്ചു കുഞ്ഞിൻ്റെ മുന്നിൽ 3-4 ദിവസം പ്രായമുള്ള കൊച്ചു പൂച്ചക്കുഞ്ഞിൻ്റെ മുന്നിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടും. ഇതിങ്ങനെ ഈ മീശ അനക്കുമ്പോൾ അമ്മ പിടിച്ചു കാണിക്കും. അങ്ങനെയാണ് പാറ്റായെ തിന്നാൻ പഠിപ്പിക്കുന്നത്. ഒരു പാറ്റായൊക്കെ തിന്നു കഴിയുമ്പോൾ എന്നാ സന്തോഷമാണെന്നറിയാം പൂച്ചക്കുഞ്ഞിന്. അതിങ്ങനെ പോയി പിടിച്ചുകൊണ്ട് വന്ന പോലെ തോന്നും. ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പാറ്റായെ പിടിച്ച് മുറി വേപ്പിക്കാതെ വായിക്കാതെ കടിച്ച് കൊണ്ട് കുഞ്ഞിൻ്റെ മുന്നിലോട്ട് തുറന്നു വിടും. കുഞ്ഞ് പിടിക്കാൻ ചെല്ലും, പാറ്റ പറന്നു പോകുന്ന കൈ കൊണ്ടൊരു തട്ട് കൊടുക്കും. അവൻ പിന്നെയും താഴെ വരും, കുഞ്ഞിൻ്റെ കീഴേ കിടക്കും. ഒരു ശകലം കൂടെ കഴിയുമ്പോൾ ഇതുപോലെ എലിക്കുഞ്ഞിനെ പിടിച്ച് ആകെപ്പാടെ കടിച്ചു മുറിച്ച് ഓടാൻ വയ്യാത്ത പരുവത്തിൽ കൊടുക്കും. അവസാനം ജീവനുള്ള എലിയെ കുഞ്ഞ് പിടിച്ചുകൊണ്ട് വരുന്നത് വരെ ഇവനെ പ്രാക്ടീസ് കൊടുക്കും. ഇങ്ങനെ ഒരു പൂച്ച അതിൻ്റെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നത്. ഇതുപോലെ ദൈവവും ദൈവജനത്തെ ആത്മയുദ്ധത്തിന് വേണ്ടി ഒരുക്കും. പഠിപ്പിച്ച് കൊണ്ടുവരും. തേണ്ട ഏദൻ തോട്ടത്തിൽ വെച്ച് ആദം ഹവ്വമാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. സർപ്പം നേരിട്ട് ഒരു വാക്കും മറുപടി പറഞ്ഞില്ല. പക്ഷേ അങ്ങനൊരു കുഞ്ഞ് ജനിക്കാതെ നോക്കിക്കോളാമെന്ന് സർപ്പവും തീരുമാനിച്ചു. സർപ്പത്തിനറിയാം ഒരു വിശുദ്ധ സന്തതിയിൽ നിന്ന് മാത്രമേ യേശു കുഞ്ഞിന് ജനിക്കാനൊക്കത്തുള്ളൂ, അല്ലാതെ യേശു കുഞ്ഞിന് ജനിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ഒരു വിശുദ്ധ സന്തതി ഉണ്ടാകാതെ സൂക്ഷിച്ചോളാം. ഞാൻ അബ്രഹാം വരെയുള്ള ചരിത്രം അങ്ങ് മാറ്റുക. എല്ലാം കൂടി എടുത്തു വരാൻ നേരം കിട്ടത്തില്ല. അതുകൊണ്ട് അബ്രഹാം വരെയുള്ള ചരിത്രം മാറ്റുകയാണ്. ഒരുപാട് ആത്മയുദ്ധങ്ങൾ നടന്നു. അബ്രഹാമിനെ ദൈവം വേർതിരിച്ച് വെച്ച് പറഞ്ഞു, നിന്നിൽ നിന്ന് എൻ്റെ സന്തതി ഉണ്ടാകും. ഒറ്റ പദം കൊണ്ടത് പറഞ്ഞത്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇവരെല്ലാം കൂടെ അനുഗ്രഹിക്കാൻ വേണ്ടി നിനക്കൊരു സന്തതിയെ തരണം, അത് നിന്നിൽ നിന്നാണ്. ഇത് പറഞ്ഞ അന്ന് പിശാച് പുറകെ കൂടി അബ്രഹാമിൻ്റെ ഭാര്യയായ സാറയെ വന്ധ്യയാക്കി. വർഷം 1, 2, 3, 4, 5, 10, 15, 20 പിശാചൊരു ചോദ്യം ചെയ്യുന്നുണ്ട്, എവിടെ സന്തതി? ആത്മയുദ്ധം നടക്കുക. ഒടുവിൽ യഹോവയായ ദൈവം നേരിട്ട് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. ഇതിനിടയ്ക്ക് ഒരുപാട് മണ്ടത്തരങ്ങൾ സംഭവിച്ചു. സാറയെ പിശാച് മിസ്യൂസ് ചെയ്തു. അവൾ തന്നെ അബ്രഹാമിനോട് പറഞ്ഞു, ദാസിയിൽ നിന്നൊരു കുഞ്ഞുണ്ടാകട്ടെ. ഇന്ന് ഭൂമി കിടന്ന് നശിക്കുന്ന ഇതുകൊണ്ടാണ്, ദാസിയിൽ നിന്നൊരു കുഞ്ഞുണ്ടാകട്ടെ. അബ്രഹാമും സമ്മതിച്ചു. ആത്മയുദ്ധമാണ്. കർത്താവ് വീണ്ടും വന്നതിനെ കറക്റ്റ് ചെയ്തു. ദാസിയും കുഞ്ഞിനെയും പുറത്താക്കാൻ പറഞ്ഞിട്ട് അബ്രഹാമിൻ്റെ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി. ആരംഭത്തിലെ പ്രശ്നം ഇതായിരുന്നു, ഒരു കുഞ്ഞുണ്ടാകാതെ നോക്കി. ഒടുവിൽ ഒരു ദിവസം യഹോവയായ ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, വരുന്ന ആണ്ടിൽ ഈ നേരം നീ ടാർഗറ്റ് ഫിക്സ് ചെയ്യടാ. നിങ്ങൾക്കൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ കഴിയുമോ? ഒരു യുദ്ധം നടക്കണമെങ്കിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? എത്ര നാൾ ഇത് എടുക്കും? എന്തുകൊണ്ട് നിർത്തും? എന്തൊക്കെ സാധിക്കും? ഏതെങ്കിലും ഒരു ആത്മയുദ്ധം നടക്കണമെങ്കിൽ ടാർഗറ്റ് ഫിക്സേഷൻ ഉണ്ട്. ദൈവം ഇറങ്ങി വന്ന് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, വരുന്നയാണ്ടിൽ ഈ നേരം ഈ സാറയ്ക്കൊരു മകൻ ജനിക്കും. സാറയോടും പറഞ്ഞ്, നിനക്കൊട്ടും വിശ്വാസമില്ലാതെ പോവുകയല്ലയോ? ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. വരുന്നയാണ്ടിൽ ഈ നേരം നിനക്കൊരു കുഞ്ഞുണ്ടാകും. സാറ ചിരിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആ ചിരിയെ ഇപ്പോൾ തൊടുന്നില്ല. ഒരു ദിവസം യഹോവയായ ദൈവം അബ്രഹാമിൻ്റെ വീടിനകത്ത് കയറി. സാധാരണഗതിയിൽ ദൈവം വന്നാൽ ഒരിക്കലും അബ്രഹാമിൻ്റെ വീട്ടിൽ കയറാറില്ല, മാന്യരായി ആരും ചെയ്യാറില്ല. ദൈവം വന്നാൽ അബ്രഹാമിൻ്റെ വീടിൻ്റെ പടിക്കലൊരു മരമുണ്ട്, അതിൻ്റെ ചുവട്ടിൽ തണലത്തിരിക്കത്തേ ഉള്ളൂ. അബ്രഹാം വെളിയിൽ ചെന്നാണ് വിളിച്ചുകൊണ്ടിരുന്ന. കാര്യം ഇന്നത്തെ സമ്പ്രദായങ്ങൾ സിറ്റ് ഔട്ടും ബെഡ്റൂമും ഒന്നും സെപ്പറേറ്റ് കാണത്തില്ല പഴയ രീതിയിൽ. കാര്യം ദൈവം ആരുടെയും ബെഡ്റൂമിൽ കയറാൻ വരത്തില്ല. അബ്രഹാമിൻ്റെ വീട്ടിൽ കയറത്തില്ലായിരുന്നു, വെളിയിൽ മരച്ചോട്ടിലിരിക്കുകയുള്ളായിരുന്നു. പക്ഷെ ഒരു ദിവസം അബ്രഹാമിൻ്റെ വീടിനകത്തങ്ങ് കയറി. വേറൊരു ദൈവദാസൻ, എന്നേക്കാൾ ശക്തനായ ഒരു ദൈവദാസൻ പറഞ്ഞ ഉദാഹരണം ഇതാണ്. കയറി ചെല്ലുമ്പോഴേ അബ്രഹാമും സാറേ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ ലഞ്ച് കഴിക്കുമോ ഏതാണ്ടാ. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നത് കണ്ടുകൊണ്ട് അബ്രഹാം ചോദിച്ചു, നീ എന്ത് വടി നോക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞത്, ഇത്രയും നരച്ച താടിയുള്ള തനിക്ക് ഇനിയും കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞാൽ, അല്ല താൻ എന്തായി നോക്കിയേ? അപ്പം അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ആ മുഖത്തെ ഞൊറിഞ്ഞ തൊലി ഇത്രയും കിളവിയായ നിനക്കിനി കുഞ്ഞുണ്ടാകുമോ? ഈ പരുവത്തിനാണ് തമ്പുരാൻ കയറി കയ്യോടെ പിടിച്ചത്. അബ്രഹാമെ, ഇറങ്ങടാ വീട്ടിൽ എന്ന് പറഞ്ഞു. അതർവൈസ് അബ്രഹാമിൻ്റെ വീടിനകത്ത് ദൈവം കയറിയിട്ടില്ല. ദൈവം ഭയങ്കര മാന്യനാണ്. അബ്രഹാമിൻ്റെ പെരയ്ക്കകത്ത് കയറി അബ്രഹാമിനെ പിടിച്ചിറക്കി. ഇറങ്ങടാ വെളിയിലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞാണ്ട് ആകാശത്തോട്ട് നോക്കടാ. അപ്പം മിക്കവാറും ഡിന്നറായിരുന്നു കഴിച്ചത്, അല്ലെങ്കിൽ ആകാശം നോക്കാനൊക്കെ തരും. നോക്കടാ ആകാശത്തോട്ട്, നക്ഷത്രങ്ങളെ കാണാമോടാ, കണ്ടേ എത്ര എണ്ണം ഉണ്ടടാ, എണ്ണടാ. കർത്താവേ, എണ്ണ തികത്തില്ല. എടാ, ഇതിൻ്റെ അപ്പൻ ആരാടാ? ഇതിൻ്റെ അമ്മ ഏതാടാ? എടാ, ഇത്രയും നക്ഷത്രങ്ങളെ ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ നിനക്കൊരു കുഞ്ഞാണോ വലുത്? ചിലത് കാണിച്ചുറപ്പിക്കേണ്ടിടത്ത് കാണിച്ചുറപ്പിക്കും.
ചിലത് പറഞ്ഞുറപ്പിക്കേണ്ടിടത്ത് പറഞ്ഞുറപ്പിക്കും. അബ്രഹാമിൽ വിശ്വാസം ഉണ്ടാക്കി. നിൽക്കട, വാ, കടൽ തീരത്ത് വാ, നടക്ക്. നിൻ്റെ കാലിൻ്റെ കീഴിൽ എത്രയോ മണൽത്തരികൾ ഞെരിഞ്ഞുന്നു, നിനക്കൊന്ന് എണ്ണാമോടാ? ഇല്ല കർത്താവേ, എണ്ണാൻ വയ്യ. നിൻ്റെ മക്കൾ ഇതുപോലിരിക്കും. നീ ഒന്ന് വിഷ്വലൈസ് ചെയ്യും, നീ ഒന്ന് ദൃഷ്ടി കൊണ്ട് കാണും. അബ്രഹാമിനെ കാണിച്ചു. കൃത്യം പിറ്റേ ആണ്ടിൽ മോനും ഉണ്ടായി. ഓക്കെ, അവിടുന്ന് ഒരു കടമ്പ കടന്നു. ഇസഹാക്ക് വളർന്നു. ഇസഹാക്കിൻ്റെയും ഭാര്യ വന്ധ്യ. ഇസഹാക്കിൻ്റെ പുറകെ തമ്പുരാൻ കൂടി, ഷാജു കൂടി. കയറാൻ അവന് കാര്യമുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊന്ന് തൊട്ടോട്ടെ, ആരും എന്നോട് പിണങ്ങല്ലേ. ഞാൻ ഏതായാലും ഇത്രയും സമയമേ ഉള്ളൂ, എനിക്കിനി എല്ലാം കൂടി 50 മിനിറ്റിന് താഴെ ഉള്ളൂ. അപ്പോൾ ആ സമയം ഞാൻ തുറന്ന് കാര്യങ്ങൾ വരുന്ന ദയവായി ക്ഷമിക്കണം. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, സ്വജനത്തെയും പിതൃഭവനത്തെയും വിട്ടേച്ചു വരണം. ജാതികളുടെ യാതൊരു സിസ്റ്റവും നിനക്ക് പറ്റത്തില്ല, ജാതികളുടെ യാതൊന്നും നിനക്ക് ഒക്കത്തില്ല, കളഞ്ഞേച്ചു വരാൻ പറഞ്ഞു. പക്ഷേ കളയാതെ പിശാചു നോക്കി. ആത്മയുദ്ധത്തിൻ്റെ ഭാഗമാണ്. അബ്രഹാം അപ്പനെയും കൊണ്ടാണ് ഇറങ്ങിയത്, അമ്മയെ കൊണ്ടാണ് ഇറങ്ങിയത്, ചേട്ടനെയും കൊണ്ടാണ് ഇറങ്ങിയത്. ഓക്കെ, കുറച്ച് നാൾ കഴിഞ്ഞു അദ്ദേഹത്തിന് ഇസഹാക്ക് ജനിച്ചു. അപ്പോൾ പാരമ്പര്യം ഒന്നും വിട്ടിട്ടില്ല, ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിൻ്റെ കല്യാണപ്പരുവമായപ്പോൾ അബ്രഹാം ദാസനെ വിളിച്ചു വെച്ച് പറഞ്ഞു, എൻ്റെ പിതൃഭവനത്തിൽ പോയി അവിടുന്ന് തന്നെ മോളെ കൊണ്ടുവരണം. എൻ്റെ അബ്രഹാമേ, അത് കളഞ്ഞേച്ചു വരാനല്ലേ അങ്ങയോട് പറഞ്ഞത്? ആന്നു, പക്ഷേ വിടത്തില്ല. അവിടെ കല്യാണം കഴിക്കുന്ന സമയത്ത് പിള്ളേർക്ക് വളയും മൂക്കുത്തിയൊക്കെ കൊടുക്കും, ഇതെല്ലാം കുടിഞ്ഞ് കൊണ്ടുപോകാം. എൻ്റെ അബ്രഹാമെ, വലിയ ആവശ്യം ഉണ്ടായിരുന്നോ ഈ ജാതി പാരമ്പര്യത്തിൽ തിരിച്ചു പോകാൻ? ഇതെല്ലാം കൂടെ കൊണ്ട അബ്രഹാം വന്നേ. അതുകൊണ്ട് പിശാചിന് ആവശ്യത്തിന് ക്ലെയിമുണ്ട്. ഇസഹാക്കിൻ്റെ ഭാര്യയും വന്ധ്യയാക്കി. ഒരളവിൽ ഞങ്ങളിതിനെ പാരമ്പര്യ ശാപമെന്ന് വിളിക്കും. അബ്രഹാമിനുണ്ടായിരുന്ന അതേ പ്രശ്നം ഇസഹാക്കിന്. ഭാര്യ വന്ധ്യയായി. ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഏതായാലും മാറ്റിക്കൊടുത്തു. അബ്രഹാമിന് പറ്റിയതൊക്കെ ഇസഹാക്കിന് പറ്റിയെന്നറിയാമോ? അബ്രഹാം ഭാര്യയെക്കുറിച്ച് ഇവളെൻ്റെ സഹോദരി എന്ന് കള്ളം പറയേണ്ടി വന്നു. ഇസഹാക്കിനും അതുതന്നെ. അബ്രഹാമിൻ്റെ ഭാര്യ അന്യപുരുഷൻ്റെ കൂടെ ഒരു രാത്രി ചെലവഴിക്കേണ്ടതായി വന്നു. ഇസഹാക്കിനും അത് തന്നെ. പാരമ്പര്യശാപം രണ്ടെണ്ണത്തിനുമായി. രണ്ടായാലും ഒത്തിരി പ്രാർത്ഥനയുടെ ഫലം ദൈവം ഇസഹാക്കിന് മക്കൾ കൊടുത്തു. ആ പുള്ളിക്കാരന് 2 മക്കളുണ്ടായിരുന്നു. ഒന്നാമത്തവൻ പേശകനായി മാറി. രണ്ടാമത്തവനാണ് യാക്കോബ്. അവനെ ദൈവം അനുഗ്രഹിക്കുന്നത്. അവൻ്റെ സ്വഭാവം പിശാച് മലിനമാക്കി. അവൻ യാക്കോബായി മാറി. ഇങ്ങോട്ട് യുദ്ധം നടക്കുക. കുറച്ച് ഞാൻ ഇങ്ങോട്ട് വരട്ടെ. വന്ന് 12 മക്കൾ യാക്കോബിന് ജനിച്ചു. ഇതിനകത്തെ ഒരു മോനെ ലേവി എന്നാണ് വിളിക്കുന്നത്. ഇവനെ പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റി. ഇനി അന്ന് പുരോഹിതന്മാർക്കൊരു പ്രമാണമുണ്ട്. അത് മോശ മുഖേന കൊടുക്കുന്ന കൽപ്പനയിൽ പുരോഹിതന്മാരുടെ പ്രമാണം, അവർ വേണം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ. സാധാരണഗതിയിൽ ദേവാലയത്തിന് പ്രാകാരവും വിശുദ്ധ സ്ഥലവും അതിൻ്റെ പുറകിൽ അതിപരിശുദ്ധ സ്ഥലവും ഉണ്ട്. ഇവിടുത്തെ സഭ മുഴുവൻ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ് പ്രാകാരമെന്ന് ഇരിക്കട്ടെ. അത് കഴിഞ്ഞൊരു കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന ഇടം അല്പം കിടന്നതാണ്. ഇതാണ് വിശുദ്ധ സ്ഥലം. ഇതിൻ്റെ പുറകിൽ ഒരു കർട്ടനുണ്ട്. അതിൻ്റെ പുറകിലുള്ളതിനെ അതിപരിശുദ്ധ സ്ഥലമെന്ന് വിളിക്കാം. ഇതാണ് പഴയ നിയമത്തിൻ്റെ സ്ട്രക്ചർ. പുരോഹിതന്മാരാണ് വിശുദ്ധ സ്ഥലത്ത് കയറേണ്ടത്. അവർ മാത്രം വിശുദ്ധ സ്ഥലത്ത് കയറണം. അവർ ശുശ്രൂഷ നടത്തണം. പക്ഷേ പുരോഹിതന്മാർ ശുശ്രൂഷിക്കാൻ വേണ്ടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കാൻ പാടില്ല. സാധാരണക്കാരനേക്കാൾ ഇവന് പ്രത്യേകതയുണ്ട്. വിവാഹ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ കൾച്ചർ അതാ, ഇന്നും അതാ. അധികം ദൈവത്തോട് അടുക്കുമ്പോൾ അധികം വേർപാട് വേണം. തേണ്ട പുരോഹിതന്മാർ വീഞ്ഞും മദ്യവും കുടിക്കാൻ പാടില്ല. എപ്പോൾ? ദൈവത്തോട് അടുക്കുമ്പോൾ, വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോൾ. വിവാഹ കാര്യത്തിലും അങ്ങനെയാണ്. അന്ന് സാധാരണക്കാരന് ആരെ വേണേ വിവാഹം കഴിക്കാം. പക്ഷെ ലേവി കുടുംബത്തിൽപ്പെടുന്ന ഒരുത്തൻ കല്യാണം കഴിക്കണമെങ്കിൽ ലേവി കുടുംബത്തിലുള്ള ഒരു കന്യകയെ മാത്രമേ പറ്റുള്ളൂ. ഒരു പക്ഷേ വിധവയായി തീർന്ന ഒരുവളെ വിവാഹം കഴിക്കണമെങ്കിൽ പെർമിഷൻ ഉണ്ട്. പക്ഷെ അതിന് സെക്കൻഡ് കാറ്റഗറിയാണ്. അവരുടെ മക്കൾക്ക് പിന്നെ മഹാപുരോഹിതനാകാൻ ഒക്കത്തില്ല. ഒരുപാട് പ്രമാണമാണ്. അങ്ങനെ വേർപാട് പാലിച്ചു വരണം. ഒരുപാട് നിയമങ്ങളുണ്ട്. തെണ്ട് വെളിയിൽ ഇരിക്കുമ്പോൾ സാധാരണക്കാരന് വീഞ്ഞും മദ്യവും കുടിക്കാം. ഇന്നല്ല അന്ന് വീഞ്ഞും മദ്യവും കുടിക്കാം. ദേവാലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ പുരോഹിതന് വീഞ്ഞും മദ്യവും കുടിക്കാൻ പാടില്ല. പിശാച് ഒരു കൊച്ചു പരിപാടി ചെയ്തു. പുരോഹിതന്മാരുടെ എണ്ണം ക്രമാതീതമായി അങ്ങ് വർദ്ധിച്ചു. ഒടുവിൽ ഉപദേശിമാരെല്ലാം കൂടെ, അല്ലെങ്കിൽ അച്ഛന്മാരെല്ലാം കൂടെ, ഇല്ലെങ്കിൽ പുരോഹിതന്മാരെല്ലാം കൂടെ, ലേവ്യരെല്ലാം കൂടെ ദേവാലയത്തിൽ വന്നാൽ അവന്മാർക്ക് നിൽക്കാനുള്ള സ്ഥലം അതിപരിശുദ്ധ സ്ഥലത്ത് ഇല്ലാതായി. വിശുദ്ധ സ്ഥലത്തില്ല. എന്നാ ചെയ്യും? അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പുരോഹിതന്മാരെ 2 ഷിഫ്റ്റ് ആക്കാം.
അങ്ങനെ 2 കൂറുകളെന്നാണ് ബൈബിൾ വിളിക്കുന്നത്. 2 ഷിഫ്റ്റാക്കി. ഷിഫ്റ്റ് അല്ലെ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ മറ്റേ ഗ്രൂപ്പ് വരണ്ട. അങ്ങനെ 50% ആളുകൾ വന്നാൽ മതി. അപ്പം അത് വിശുദ്ധ സ്ഥലത്ത് നിൽക്കാൻ സ്ഥലമായി. അപ്പം തേണ്ടറ കിടക്കുന്നത് പിന്നെ ഇരട്ടി. അവർ 4 ഷിഫ്റ്റാക്കി, 8 ഷിഫ്റ്റാക്കി, 16 ഷിഫ്റ്റാക്കി. യേശുവിൻ്റെ ജനന സമയമാകുമ്പോൾ 24 ഷിഫ്റ്റുണ്ട്. സക്കറിയ പുരോഹിതൻ ആലയത്തിൽ ശുശ്രൂഷിക്കാൻ കയറുന്നത് അബിയാക്കൂറിൻ പ്രകാരമാണ്. അബിയാക്കൂർ എന്ന് പറയുന്നത് 24ാമത്തെ ഗ്രൂപ്പാണ്, 24ാമത്തെ കൂറാണ്. ചുരുക്കി പറഞ്ഞാൽ പുരോഹിതന്മാരുടെ എണ്ണം ക്രമാതീതമായി അങ്ങ് വർദ്ധിച്ചു. ഒരുപാട് പേര് വേലയ്ക്ക് സമർപ്പിച്ചു. കാഴ്ചപ്പാടൊന്നും ഇല്ല. ഒരുപാട് ബൈബിൾ സ്കൂളുകൾ നാൾ മുഴുവനും മുളച്ചു. ഇവന്മാരുടെ എണ്ണം അങ്ങ് വർദ്ധിച്ചു. ഇതൊന്നും ദൈവം ചെയ്തതല്ല, പിശാച് ചെയ്തതാണ്. 24 ഷിഫ്റ്റുകളായതോടുകൂടെ 15 ദിവസമേ ഒരുത്തർ ജോലിയുള്ളൂ. ഒരുത്തൻ ദേവാലയത്തിൽ വന്നാൽ 15 ദിവസത്തെ പണിയേ ഉള്ളൂ. 15 വീട്ടിൽ പോകും. അടുത്ത 11.5 മാസം പിന്നെ ഇങ്ങോട്ട് വരണ്ട. പുരോഹിതൻ ഒരിക്കലും താഴെ ഇറങ്ങിയിരിക്കാൻ പറ്റുകയില്ല. പുരോഹിതൻ ഒരിക്കലും താഴെ ഇറങ്ങിയിരിക്കാനൊക്കത്തില്ല. പുരോഹിതൻ വന്നാൽ വിശുദ്ധ സ്ഥലത്ത് തന്നെ നീക്കണം. ഇതിനിവിടെ സ്ഥലവുമില്ല. അത് കാരണമാണ് 24 കൂറുകളാക്കിയത്. അപ്പോഴാണ് ഒരുത്തനൊരു ചിന്ത വന്നത്, ഈ ദേവാലയത്തിൽ കയറുന്ന സമയത്താണ് വീഞ്ഞു മദ്യം കുടിക്കരുതാത്തത്. താഴെ ഇരിക്കുന്ന അല്ലെ വീട്ടിലിരിക്കുന്ന സമയത്ത് വീഞ്ഞു മദ്യം കുടിക്കരുതെന്ന് ബൈബിളിലില്ല. എവിടെ എഴുതിയിരിക്കുന്നു? അക്ഷരം പ്രതി വായിച്ചു കഴിഞ്ഞാൽ ദേവാലയത്തിൽ കടക്കുന്ന സമയം വീഞ്ഞു മദ്യം അരുതെന്നേ ഉള്ളൂ. അങ്ങനെയാണ് ഇച്ചിരി കുടിച്ചാലും തെറ്റില്ലടാ. ഇതെന്നാ സുഖമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുത്തൻ കുടിച്ചു, 2 പേര് കുടിച്ചു, 3 പേര് കുടിച്ചു. വേദപുസ്തകം പറയുന്നത് പുരോഹിതന്മാർ മദ്യപിച്ച് ചാഞ്ചാടി വഴിയെ നടന്നു. എന്തോ ഗതികേടാന്ന് ഓർത്തോണ്ട് ഇവർ കളു കുടിച്ച് ചാഞ്ചാടി വഴിയെ നടന്നു. ഇത് കണ്ട പ്രവാചകൻ ചോദിച്ചു, പുരോഹിതനാകാൻ പിന്നെ നമുക്കെന്നടാ? ടെലിവിഷൻ പ്രസംഗിക്കുന്ന പുള്ളിക്കാരന് ആഭരണങ്ങളിട്ട് കളിക്കാൻ പിന്നെ നമുക്കെന്നടാ? ടെലിവിഷൻ TV പ്രീച്ചേഴ്സ് അവന്മാർക്കാകാൻ പിന്നെ നമുക്കെന്നെ? അങ്ങനെ പുരോഹിതന്മാർ മാത്രമല്ല, പ്രവാചകന്മാരും മദ്യപിക്കാൻ തുടങ്ങി. ബൈബിളിൽ എഴുതി വച്ചിരിക്കുക. അവസാനം കുടിച്ച ഒരു പുരോഹിതൻ ദേവാലയത്തിൽ വന്ന് കയറി. കാര്യം 11.5 മാസം കുടിച്ച് നടന്നവന് പിന്നെ 15 ദിവസം കുടിക്കാതെ പറ്റത്തില്ല എന്നുള്ള പ്രമാണം പിശാചിന് നന്നായി അറിയാം. അത് കുടിച്ച പുരോഹിതൻ ദേവാലയത്തിൽ വന്നു ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ യവൻ വിശുദ്ധ കാഴ്ചയപ്പത്തിൻ്റെ മേശമേൽ ഛർദ്ദിച്ചു വെച്ചു. എസെക്കിയേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല. പുരോഹിതനും പ്രവാചകനും ഒരുപോലെ വീഞ്ഞു കുടിച്ച് ചാഞ്ചാടി നടക്കുന്നു. മേശകൾ ഛർദ്ദിൽ കൊണ്ട് വഷളായി. ദൈവം ദൈവാലയം വിട്ടുപോയി. പിശാചരി വിളിയുണ്ട്, എവിടെ എൻ്റെ തല തകർക്കുന്ന പാർട്ടി എവിടെ? എൻ്റെ തല തകർക്കുന്ന പാർട്ടി എവിടെ? ആത്മയുദ്ധം തുടരുകയാ. അവസാനം മലാഖി പ്രവാചകൻ്റെ കാലത്തോടെ സ്വർഗത്തിലെ ദൈവം പ്രവാചകന്മാരെ സന്ദർശിക്കുന്നത് നിർത്തി. പ്രവചന ശബ്ദം നീണ്ടടങ്ങി. പഴയ നിയമത്തിൻ്റെ പ്രവചന ശബ്ദം മലാഖി പ്രവാചകൻ്റെ കാലത്തോടെ മിണ്ടടങ്ങി. അതിനെ തുടർന്ന് പറഞ്ഞു, ഇനിയും ഇവിടെ ഒരു ദൈവരാജ്യവും വരാൻ പോകുന്നില്ല. ഇവിടെ ഒരു ശിശുവും എൻ്റെ തല തകർക്കാൻ വരത്തില്ല. അവൻ മിടുക്കനായി നടക്കുക. ആ കാലത്താണ് സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം സക്കറിയ പ്രവാചകൻ ശുശ്രൂഷിക്കാൻ വന്നപ്പോൾ ഹെബ്രിയേൽ മാലാഖയെ ഭൂമിയിലോട്ട് അയച്ചത്. തമാശ പിടിച്ച ഒരു രംഗം. ദേവാലയം എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങി വസിക്കുന്ന ഇടമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ദൈവമൊന്നും വരത്തില്ല. സക്കറിയാവിന് നന്നായി അറിയാം, ദൈവവും വരത്തില്ല, ദൂതനും വരത്തില്ല. ഇതൊക്കെ ചുമ്മാ പൊട്ടുകളിയാണ്. ദൈവവും വരത്തില്ല, ദേവനും വരത്തില്ല. അങ്ങനെ പുള്ളിക്കാരൻ മിടുക്കനായി ദേവാലയത്തിൽ കയറി ശുശ്രൂഷിക്കുമ്പോൾ തേണ്ട നിൽക്കുന്നു മേശയുടെ വലത്തുവശത്തൊരുത്തൻ. ഇയാൾ ഞെട്ടിപ്പോയി. അങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു ഭയപ്പെട്ടെന്നാണ് എഴുതിയത്. ഞാൻ ഇവിടോട്ട് വന്നപ്പോൾ തേണ്ട പാസ്റ്റർ വന്നു. എനിക്കൊരു ഭയവും വന്നില്ല. കാര്യം ഞാൻ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നു, അദ്ദേഹം എന്നെയും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇവിടെ ആരും കാണത്തില്ല. ഇവിടെ മൈക്കുമൊക്കെ ഇരിപ്പുണ്ട്. എടുത്തുകൊണ്ട് പോകാൻ ഒരു കള്ളനാണ് വന്നതെന്ന് ഇരിക്കട്ടെ. ആരും കാണത്തില്ല എന്നും കണ്ടൊരു കള്ളനാണ് വന്നതെങ്കിൽ പാസ്റ്ററെ കാണുമ്പോൾ ഞെട്ടിപ്പോവും. ഇതാ സക്കറിയാവിന് പറ്റിയത്. ഒരു ദൂതനെ കണ്ട് പേടിച്ചു പോയി. കാര്യം ദൂതൻ ഉണ്ടെന്നും കണ്ടല്ല വന്നത്. ദൂതനെ കണ്ട് പേടിച്ചു. അദ്ദേഹം പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ദൂതനാ. ഞാൻ നിന്നോടൊരു സദ്വർത്തമാനം പറയാൻ വന്നതാ. 400 വർഷമായി ഇസ്രയേലിൽ പ്രവചന ശബ്ദമില്ലാതെ എല്ലാം തീർന്നു കിടക്കുക. ഇവിടെ ഞാൻ നിനക്കൊരു മോനെ തരാൻ പോവാ. അവൻ എഴുന്നേക്കും. ഇതിലൊരു ഭയങ്കര ഏറിയ വേറെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു ഭയങ്കര ഏറിയ വേറെ കിടപ്പുണ്ട്. അതൊരു 3 മണിക്കൂർ എടുക്കും വിശദീകരിക്കാൻ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നിനക്കൊരു കുഞ്ഞിനെ തരാൻ പോവാ. അപ്പോൾ പുള്ളി തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചു, അതെങ്ങനെയാണ് നടക്കുന്നത്? എനിക്ക് പ്രായം ഇതാണ്, എൻ്റെ ഭാര്യയ്ക്ക് പ്രായം ഇതാണ്, ഞങ്ങൾക്ക് എങ്ങനെ ഒരു കുഞ്ഞ്? അങ്ങേര് പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ആരാ? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഹെബ്രിയേലാ.
ഞാൻ വെടി പറയുന്ന പാർട്ടിയല്ല, ആളെ ഇളക്കാൻ വേണ്ടി വർത്തമാനം പറയുന്നവനല്ല, ഞാൻ തമാശ പറയുന്നവനല്ല. എം.എ. വർഗീസ് പ്രസംഗങ്ങളിൽ തമാശകൾ ഒഴിവാക്കുന്നതിൻ്റെ പുറകിൽ ഇതുപോലെ ചില വാക്കുകളുണ്ട്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഹെബ്രിയയില, നിന്നോട് തമാശ പറയാൻ വരുന്നവനല്ല. എൻ്റെ വാക്ക് നീ അവിശ്വസിച്ചതിനാൽ ആ തറയിലിരിക്കുന്ന ഒരുത്തൻ, അപ്പുറത്തെ ബെഞ്ചിലിരിക്കുന്ന ഒരുത്തൻ അവിശ്വസിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ നീയാണ് ഭക്തനായ പുരോഹിതൻ, എൻ്റെ വാക്ക് നീ അവിശ്വസിച്ചാൽ ഇനി ആ കുഞ്ഞിനെ കണ്ട ശേഷം വാ തുറന്നാൽ മതി, മിണ്ടാതെ വീട്ടിൽ പോടാ, മിണ്ടാതെ വീട്ടിൽ പോ. നിൻ്റെ സ്റ്റാറ്റസിൽ ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചിലതുണ്ട്, നിന്നിൽ നിന്നത് കാണണം. ആത്മയുദ്ധത്തിൽ നാം തയ്യാറാകേണ്ട ചില ഏരിയകളുണ്ട്, നിങ്ങൾ തയ്യാറാകണം. രണ്ടായാലും യോഹന്നാൻ ജനിച്ചു, അതിനെ തുടർന്ന് യേശുവും ജനിച്ചു. യേശുവിൻ്റെ ജനനം ഭയങ്കരമായി ദൈവം അങ്ങ് കൊണ്ടാടി. തേണ്ടേ സ്വർഗത്തിലെ ദൂതന്മാർ ഇങ്ങോട്ട് ഇറങ്ങി വന്നേച്ച് ഇടയന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, യേശു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ കുടുംബത്തിൽ ജനിച്ചടാ. ജനിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇസ്രായേലിൻ്റെ കാലം മുഴുവൻ നടന്നിട്ട് സ്ത്രീയുടെ സന്തതിയായി ഇറങ്ങി വന്ന് സർപ്പത്തിൻ്റെ തല തകർക്കുന്നവൻ വരുമെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാതെ നടന്ന സകലരും കേട്ടോടാ, ജനിച്ചു. എനിക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ എനിക്ക് എൻ്റെ അപ്പൻ ഒരു ടെലഗ്രാം അയച്ചു, കുഞ്ഞ് ജനിച്ചെന്ന്. ഞങ്ങളുടെ ടെലഗ്രാം മാനെ എൻ്റെ അടുക്കൽ വന്ന് മെസ്സേജ് തരുന്നത്. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ ജനിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഇത് പറയാൻ ദൂതന്മാർ തന്നെ പോകണം. ആ പോകുന്ന കൂട്ടത്തിൽ പാട്ടും കൊട്ടും ഒക്കെയായി വേണം പോകാൻ, പാട്ടും കൊട്ടും ഒക്കെയായി വേണം പറയാൻ. അവിടെ ദൂതന്മാർ ഇത് അറിയിച്ചുടനെ സ്വർഗീയ സൈന്യത്തിൽ ഒരു വിഭാഗം പാടാൻ തുടങ്ങി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. വേണ്ട, ഞങ്ങളിത് വിളിച്ചു പറയാൻ വന്നതാ. നൂറ്റാണ്ടുകളുടെ പരിശ്രമത്തിനപ്പുറം സാത്താനെ തോൽപ്പിച്ചുകൊണ്ട് യേശു ജനിച്ചു. ഇതുവരെയുള്ള ആത്മയുദ്ധത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് യേശു ജനിച്ചിരിക്കുന്നത്. യേശു ജനിച്ചു. യേശു 30 വയസ്സ് വരെ വളർന്നു. ഇതിനിടയ്ക്ക് ഒത്തിരി സംഭവങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. 30 വയസ്സ് വരെ വളർന്നു. 30ാമത്തെ തിരുവയസ്സിൽ യേശു വെള്ളത്തിൽ സ്നാനമേറ്റു. യോഹന്നാൻ വന്നതും എടുത്തതും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ നോക്കട്ടെ, ഒരു 5 മിനിറ്റ് യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണെന്ന് പറയാൻ പോവാം. ഒരു 5 മിനിറ്റ് മാത്രം. പുരോഹിതന്മാർ മിക്കവരും വഴിതെറ്റി, എല്ലാവരും മദ്യപിക്കുന്നവരായി മാറി. ഞാൻ പറഞ്ഞാൽ 11.5 മാസം ഇവർക്ക് ദേവാലയത്തിൽ കയറണ്ട. ആ 11.5 മാസം മദ്യപിച്ചു കൂടാ എന്ന് ബൈബിളിൽ ഇല്ല. അതുകൊണ്ട് അവരും സുഖലോലുപന്മാരായി മാറി. ഉപദേശിമാരെ ഒന്ന് അഴിച്ചു വിട്ടാൽ ഇവർ സുഖലോലുപരാകും. കാര്യം മറ്റേ പുള്ളി ഇതിന് പുറകിൽ നിന്ന് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവർ സുഖലോലുപന്മാരായി മാറി. ഇത് കഴിഞ്ഞ ശേഷം ഒരു പുരോഹിതൻ്റെ മകൻ വേണം അടുത്ത പുരോഹിതനാകാൻ. പ്രത്യേകിച്ചും അടുത്ത മഹാപുരോഹിതൻ വരണമെങ്കിൽ അതൊരു പുരോഹിതൻ്റെ മോനെ കൊണ്ടേ ഒക്കത്തുള്ളൂ. ഇസ്രായേൽ മൊത്തം നോക്കിയിട്ട് ഭക്തിയുള്ള ഒറ്റ പുരോഹിതനില്ല, സക്കറിയ ഒഴിച്ചാൽ. ബാക്കിയെല്ലാം അഭക്തന്മാരാണ്. ഇവന്മാരുടെ മക്കളെ കൊണ്ടുവന്നാൽ അടുത്ത തലമുറ എന്ത് ചെയ്യും? അടുത്ത തലമുറയിൽ ഭരിക്കേണ്ടതിന് ഭക്തിയുള്ള ഒരു കുഞ്ഞിനെ കിട്ടത്തില്ല. യാതൊരു ഹോപ്പുമില്ല. ആകെയുള്ള ഹോപ്പ് സക്കറിയാവായിരുന്നു. അയാളുടെ ഭാര്യ വന്ധ്യയാണ്, അയക്ക് മക്കളുമില്ല. അബ്രഹാം പോയ പോലെ അയാൾ ദാസനെടുക്ക പോകുന്നവനല്ല, അയാൾ ദൈവമാന്യത നോക്കുന്നവനാണ്. പക്ഷേ അടുത്തൊരു കുഞ്ഞ് നമുക്കില്ല, നമുക്കൊരു പുരോഹിതൻ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് അവരിയ്ക്കുക. അന്നേരത്താണ് ദൂതൻ വന്ന് പറയുന്നത്, നിനക്കൊരു മകൻ ജനിക്കും. അടുത്ത പദം കേട്ടോണം. അദ്ദേഹം വന്ന് എലിസബത്തിൻ്റെ അടുക്കൽ, സഖരിയ പുരോഹിതൻ്റെ ഭാര്യയാണ് എലിസബത്തിൻ്റെ അടുക്കൽ വന്ന് എഴുതി കാണിച്ചു, ഇങ്ങനെയൊക്കെയാണ് സംഭവം, ദൂതൻ വന്നിരുന്നു, നമുക്ക് കുഞ്ഞുണ്ടാകുമെന്ന് പറഞ്ഞു. അവളത് അതുപോലെ അങ്ങ് വിശ്വസിച്ചു. എന്തിനാണെന്നറിയാം? ഇയാളുടെ നാക്കടച്ചു വിട്ടത്. സ്വർഗത്തിലെ ദൈവമേ, ഇയാളുടെ നാക്കടച്ചാ വിട്ടത്. മിണ്ടരുത് കുഞ്ഞിനെ കാണുന്നവരെ എന്ന് പറഞ്ഞാൽ പോയെ. നിൻ്റെ നാക്ക് തുറന്നു വിട്ടാൽ വിശ്വാസമുള്ള ഭാര്യയുടെ വിശ്വാസം കൂടെ കളയും. അതുകൊണ്ട് വീട്ടിൽ പോകും, മിണ്ടരുത്, അവിടെ വിശ്വാസം കൂടെ കളയും. നമ്മുടെ വിശ്വാസം കളയാൻ വേണ്ടി എത്ര ചെകുത്തന്മാരെ പൈശാചിക സാമ്രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാവൂ. കണ്ട മാസികകളും കണ്ട പരസ്യങ്ങളും ഒന്ന് എടുത്തു നോക്കണം. ആത്മീയൻ്റെ മനസ്സ് മടിപ്പിക്കുവാൻ വേണ്ടി എത്ര എണ്ണമായി എഴുതാൻ വരുന്നത്, വായിക്കാൻ വരുന്നത്, ഞാൻ അങ്ങോട്ട് ഇപ്പം തിരിയുന്നില്ല. ഇതെല്ലാം ഉണ്ട്. ഇത് ആത്മലോകത്തിലെ യുദ്ധമാണ്. പക്ഷേ ഈ സക്കറിയാവിനൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി അവരെല്ലാം കാത്തിരിക്കുക. ഇനി ചരിത്രത്തിലോട്ട് മാറുക. അന്നാണ് എലിസബത്ത് വിളംബരം ചെയ്യുന്നത്, ഞാൻ ഗർഭിണിയായിരിക്കുന്നു. എല്ലാ ഇസ്രായേലിനും സന്തോഷമായി.
എല്ലാ ഇസ്രായേലിനും സന്തോഷമായി. തേണ്ട സെഖരിയ പുരോഹിതനൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു. അപ്പച്ചൻ മിണ്ടുന്നില്ല. ശരി, അമ്മയെങ്കിലും ചൊവ്വേ വളർത്തും കൊച്ചിനെ. ആ കൊച്ചിനെയാണ് നമുക്ക് അടുത്ത മഹാപുരോഹിതനാക്കേണ്ടത്. അവനാണ് വളരേണ്ടത്. ജനത്തിൻ്റെ ഹോപ്പ് അവളുടെ മേലായി. ഈ കുഞ്ഞ് ജനിച്ചു വരണം. ഇസ്രായേലിനൊരു പാരമ്പര്യമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് കയറാം, ചരിത്രത്തിൽ നിന്ന് കയറുക. ഇസ്രായേലിനൊരു പാരമ്പര്യമുണ്ട്. ഒരു സ്ത്രീ ഗർഭിണിയായാൽ, ആദ്യമായി വിവാഹം കഴിഞ്ഞു, ആദ്യമായി ഗർഭിണിയായാൽ അവൾക്ക് സ്വന്തക്കാരായി ഉള്ളവരെല്ലാം എന്നേലും ഒരു സമ്മാനം കൊണ്ട് കൊടുക്കും. ഏറ്റവും താണത് ഒരുത്തം പൂച്ചണ്ടായിരിക്കും കൊണ്ട് കൊടുക്കുന്ന, വേറൊരുത്തർ ഒരു ഉരുളി ബിരിയാണി ആയിരിക്കും, പിന്നെ ഒരാൾ 10 രൂപ ആയിരിക്കും, ഇനി ഒരാൾ ഒരു മോതിരമായിരിക്കും, എന്തേലും ഒന്ന് സ്ത്രീക്ക് കൊണ്ട് സമ്മാനം കൊടുക്കും. ഇങ്ങനെ ആളുകളെല്ലാം സമ്മാനവുമായി വന്നു. എലിസബത്ത് ഇതെല്ലാം വാങ്ങിക്കുക. അപ്പച്ചൻ മിണ്ടത്തില്ല ആരോടും. അപ്പച്ചന് നാണക്കേടുമാണ് വെളിയിൽ വരാൻ. അപ്പച്ചൻ കട്ടിക്കീഴെ തന്നെയാണ്, ഒറ്റ മനുഷ്യനോട് മിണ്ടുകയില്ല. അപ്പച്ചൻ മാറിയിരിക്കുക. കട്ടിക്കീഴല്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പച്ചൻ മാറിയിരിക്കുക. അമ്മച്ചിയാണ് ഇതെല്ലാം വാങ്ങിക്കുന്നത്. പക്ഷെ 3-4 മാസം ആളുകൾ ശ്രദ്ധിച്ചു. 3 മാസം ആളുകൾ ശ്രദ്ധിച്ചു. അമ്മച്ചിയുടെ വയറ് വളരുന്നില്ല. അമ്മച്ചിക്ക് മോർണിംഗ് സിക്നസ്, ഛർദിലും തലവേദനയും ഒന്നുമില്ല. അപ്പോൾ ആളുകൾ തന്നെ ചോദിച്ചു തുടങ്ങിയടാ, ഇത് ശരിയാണോ? ഇവൾ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞതാണോ? അപ്പോൾ അവർ തന്നെ അന്യോന്യം പറഞ്ഞു, എടാ 84 വയസ്സുള്ള കിളവിക്ക് ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് നമ്മളെ വേണം ഇവിടെ കുറ്റം പറയാൻ. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ കണ്ടാലറിയാം അവൾ നല്ല കുതിര ചാടി നടക്കുന്ന പോലെ നടക്കുക. അവൾക്ക് ഇങ്ങനൊന്നും ഇല്ല. അമ്മച്ചിയെ ചീത്ത വിളിക്കാൻ വേണ്ടി ആളുകൾ വന്ന് തുടങ്ങി. അമ്മച്ചി ചീത്ത വിളി കേട്ടു. അപ്പച്ചനാണ് ഞാൻ പറഞ്ഞതിൽ പാത്തിരിക്കുക. അപ്പച്ചൻ രംഗത്ത് വരത്തില്ല. അമ്മച്ചി ഒറ്റയ്ക്ക് വേണം ചീത്തമുളി വീഴം കേൾക്കാൻ. തുടർന്ന് അമ്മച്ചി കഥ കടച്ചു. ബൈബിളിൽ ഒറ്റ സൂചനയേ ഉള്ളൂ. അവൾ ഗർഭിണിയായി. ആ 4 മാസം 5 മാസം ഒളിച്ചു പാർത്തു. വൈ? എന്തിനാ ഒളിച്ചത്? കാര്യം ഇതാ, വരുന്നവൻ ചീത്ത വിളിച്ചു പോകാം. അമ്മച്ചിയുടെ അകത്ത് ഒരു ദൈവത്തിൻ്റെ ആലോചന കിടപ്പുണ്ട്. നിനക്കൊരു മോനുണ്ടാകും, യോഹന്നാൻ എന്ന് പേരിടണം. ഈ വന്ന പബ്ലിക്കിന് മുഴുവനും എവിഡൻസ് കാണണം. കാണിച്ചതാ? എവിടെ കൊണ്ട് കാണിച്ചതാ? ഇല്ലെങ്കിൽ നിന്നെ ഇപ്പം തീർക്കും. വേറൊരു ഭാഷയിൽ അവളുടെ ദർശനം കൊല്ലുവാൻ ആയിരങ്ങളെടുത്തു. അവിടെ ദർശനം പോകാതിരിക്കുവാൻ അമ്മച്ചി കഥ കടച്ചു, പൂട്ടി. അകത്തൊറ്റയ്ക്കിരിക്കുക. ഒറ്റവും വന്നാൽ തീരുകയില്ല, തുറക്കുകയില്ല. അവർ കുറേ നേരം മുട്ടിച്ച് ഒത്തിരി ചീത്ത വെളി എന്ന് പറയാൻ അങ്ങ് പോവും. ആ സ്ഥിതിയായി. അവൾ ഒളിച്ചു പാർത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തേണ്ട ഹെബ്രിയേൽ എന്ന മാലാഖ, പണ്ട് പള്ളി വന്ന പുള്ളി, മറിയയുടെ വീട്ടിൽ പോയത്. മറിയയ്ക്ക് കൃത്യം 14-ാമത്തെ വയസ്സാണ്. 15 കംപ്ലീറ്റ് ആയിട്ടില്ല. 15-ാം വയസ്സിലാണ്. 15-ാം വയസ്സിൽ 15 കംപ്ലീറ്റ് ആയിട്ടില്ല. 15 കംപ്ലീറ്റ് ആയാൽ വിവാഹം കഴിക്കണം. 14-നും 15-നും ഇടയിലാണ് വിവാഹ നിശ്ചയം നടക്കുന്നത്. അങ്ങനെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. അത് ആ പ്രായം, വിവാഹിതയായിട്ടില്ല എന്ന് പറഞ്ഞാൽ 15 കംപ്ലീറ്റ് ആയിട്ടില്ല. ആ പ്രായത്തിലാണ് ഈ മറിയയുടെ അടുക്കൽ ദൂതൻ ചെല്ലുന്നത്. ചെന്നേച്ച് പറഞ്ഞു, നീ ഒരു അമ്മയാകാൻ പോ. അവൾ ചോദിച്ചു, ഇതെന്നെ കളിയ? അങ്ങനെ അടുത്തൊരു കൽപ്പന, നീ എഴുന്നേറ്റ് മലനാട്ടിൽ പോ. നിൻ്റെ ചാർച്ചക്കാരെത്തി എന്ന് പറഞ്ഞാൽ ഒരു വല്യമ്മയുടെ സ്ഥാനമാണ്. ഒരു പുള്ളിക്ക് ഇവിടെ 15 വയസ്സ്, മറ്റേ പുള്ളിക്ക് 85 വയസ്സ്. 70 വയസ്സിൻ്റെ പ്രായ വ്യത്യാസമാണ് തമ്മിൽ. നീ എഴുന്നേറ്റ് അങ്ങോട്ട് പോകും, അവൾ ഗർഭിണിയാണ്. അങ്ങനെ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ എലിസബത്തിനെ കാണാൻ വന്നു. ബാക്കി ഇനി എൻ്റെ ഭാവനയാണ്. വീടിൻ്റെ പടിക്കൽ വന്ന് മുട്ടി. ആരും തുറക്കത്തില്ല. അമ്മച്ചി തുറക്കത്തില്ല. അമ്മച്ചി ഒളിച്ചിരിക്കുക. മുട്ട്. അമ്മച്ചി ഓർത്ത് കുറേ ചീത്ത പറയാൻ ആൾ പോക്കോട്ടെ. എല്ലാവരും എന്നും മുട്ടുന്നതാ, ചീത്ത പറയാൻ വരുന്നതാ. ഇതും ആരാണ്ട് ചീത്ത പറയാൻ വന്നതാ. അന്ന് കണ്ട അമ്മച്ചി എന്നത്. അമ്മച്ചി പോയില്ല. അമ്മച്ചി ഒളിച്ചിരുന്നു. ഒരുപാട് നേരം മുട്ടി. എല്ലാവരും കുറച്ച് നേരം മുട്ടി ചെങ്ങ ഈ പെണ്ണ് പോകത്തുമില്ല. കാര്യം അവൾ ദൂതൻ്റെ കൽപ്പനയും കൊണ്ട് വന്നതാണ്. അവൾക്ക് പോകാൻ പറ്റുകയില്ല. മുട്ടി അവസാനം അങ്ങനെയാണ് തിരിച്ച് ഞാനും ചീത്ത പറയുമെന്നുള്ള തീരുമാനത്തിൽ അമ്മച്ചി വന്ന് കതക് തുറക്കുകയും കാണുന്നത് കൊച്ചനിയത്തിയാണ്. 70 വയസ്സിൻ്റെ പ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു സംഭവം നടന്നു. ഇതുവരെ ചത്തതുപോലെ കിടന്ന ദർശനം കുതിച്ചു ചാടാൻ തുടങ്ങി. അമ്മച്ചിയുടെ സ്വഭാവം മാറി എന്ന് പറഞ്ഞാൽ, ഇതുവരെ വന്നവർ മുഴുവനും ദർശനം കൊല്ലികളായിരുന്നു. ഈ വന്നവൾ ദർശനം ജീവിപ്പിക്കുന്നവളാണ്. വേണ്ട സെക്കൻഡുകൾക്കകം അന്തരീക്ഷമാകെ മാറി. ഒരുമിച്ച് കാണേണ്ടവർ തമ്മിൽ ഒരുമിച്ച് കണ്ടു. 400 വർഷമായി ഇസ്രയേലിൽ നിന്നുപോയ പ്രവചനത്തിൻ്റെ പദം തേണ്ട മടങ്ങി വന്നു. അവിടെ ഒരു പ്രവാചകനില്ല. പക്ഷെ എലിസബത്തും മറിയയും രണ്ടുപേരും കൂടെ പ്രവചനം തുടങ്ങി. ദൈവത്തിൻ്റെ സമയത്തിലേക്ക് അടുക്കുക.
കുറച്ച് നാൾ എലിസബത്ത് അവിടെ പാർത്തു. അതിനുശേഷം അവൾ കല്യാണത്തിന് പോയി. തേണ്ട യോഹന്നാൻ ജനിച്ചു. യോഹന്നാൻ വളർന്നു. യോഹന്നാനെതിരെ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തി. യേശു സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ തൻ്റെ മേൽ ഇറങ്ങുന്നത് യോഹന്നാൻ കണ്ടു. യോഹന്നാനോടൊരു ശബ്ദമുണ്ടായി, തേണ്ടേ ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചു. ഇവനാണ് സാക്ഷാൽ ലോകരക്ഷിതാവ്. ഒരളവ് വരെ വന്നേ. എവിടുന്നാ വരുന്നത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഒന്നാം പ്രവചനത്തിനെതിരെയുള്ള നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ആ സമരമാണ് ഞാൻ ഈ തൊടുന്നത്. നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ആത്മയുദ്ധം. എൻ്റെ വിഷയം ആത്മയുദ്ധമാണ്. ജനിച്ചു, തീർന്നില്ല. യേശു വളർന്നു. യേശുവിനെ ഉപദ്രവിക്കാൻ നാട്ടുകാർ മുഴുവനും കൂടെ കൂടി. ന്യായപ്രമാണം അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന ആരാ? വചനം ജഡമായി ഉരുത്തിരിഞ്ഞതാണ് യേശു, അല്ലേ? അപ്പോൾ ഇതിനെ കണ്ടാൽ ആദ്യം തിരിച്ചറിയേണ്ടത് ആരാ? വചനശാസ്ത്രിയാണ്. വചനശാസ്ത്രിക്ക് യേശുവിനെ കണ്ടിട്ട് തിരിച്ചറിയാൻ പറ്റിയില്ല. കേക്ക് കണ്ടിട്ട് ബേക്കറിക്കാരനെ മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എന്നത്? ചോറ് കണ്ടിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഇത് ചോറാന്ന് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എന്തോ? വചനം ജഡമായി ഉരുത്തിരിഞ്ഞ മനുഷ്യനെ കണ്ടുകൊണ്ട് വചനശാസ്ത്രികൾ പറഞ്ഞു ഇവൻ വചന വിരോധിയാ. പറ. മഹാപുരോഹിതൻ നോക്കി വെച്ച് പറഞ്ഞു ഇവൻ മറിയയുടെ മോന. പുരോഹിതന്മാർ നോക്കി വെച്ച് പറഞ്ഞു ഇവൻ എങ്ങനെയോ വന്ന വേശ്യാപുത്രനാ, ഇവനെ കൊള്ളുകയില്ല. സ്വന്തം ശിഷ്യന്മാർ നോക്കി വെച്ച് പറഞ്ഞു ഇവൻ കഠിന മനുഷ്യനാ, ഇവൻ ശരിയാകുകയില്ല. ഒരുപാട് ആശയങ്ങൾ യേശുവിനെ തകർക്കുമാറ് വന്നു. ഒന്നിലും യേശു കീഴ്പ്പെട്ടില്ല. ഒരിക്കൽ ശിഷ്യന്മാരിൽ അനേകർ വിട്ടുപോയി. തന്നെ അനുഗമിച്ചവരിൽ ഒരുപാട് പേര് വിട്ടുപോയപ്പം യേശു 12 പേര് വിളിച്ച് നിങ്ങൾക്ക് മനസ്സുണ്ടേ പോവും, ഞാനിവിടെ വന്നത് തല തകർക്കാനെ തകർത്തേച്ചേ പോകൂ. ഞാനതിന് മുമ്പേ പോകത്തില്ല, ഞാൻ തകർത്തേച്ചേ പോകൂ. ഇതിനിടയ്ക്ക് പലരും ഒട്ടി നിൽക്കും, ചിലർ വിട്ടുപോകും. നിനക്കും ആ മനസ്സുണ്ടേ പോ. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങൾ എവിടെ പോകാൻ? അങ്ങയുടെ അടുക്കൽ നിത്യജീവൻ്റെ മൊഴിയുണ്ട്. അങ്ങ് കണ്ടാൽ കൊള്ളാമെന്നല്ല, അങ്ങ് സതുപദേശം പറയുമെന്നല്ല, സാരോപദേശം അറിയാമെന്നല്ല, ദാനധർമ്മക്കാരനെന്നല്ല, രോഗശാന്തിക്കാരനെന്നല്ല, അങ്ങയുടെ പക്കൽ നിത്യജീവൻ്റെ മൊഴിയുണ്ട്, മറ്റവരുടെ അടുക്കൽ ഇല്ല. ഒരിക്കലും തൃശ്ശൂർ വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞൊരു വാചകം എൻ്റെ ഓർമ്മയിലുണ്ട്. തൃശ്ശൂർ അന്ന് ഈ ദൈവമക്കളെ ദുഷിച്ചെഴുതുന്ന എഴുത്തുകാർ ഒരാളെ ഉള്ളൂ കേരളത്തിൽ. അന്ന് ഒറ്റയാളെ ഉള്ളൂ. ഞാൻ പേര് പറയുന്നില്ല, അശുദ്ധൻ്റെയൊക്കെ പേര് പറയാതിരിക്കുക ഭേദം. അന്ന് ഒരാളെ ഉള്ളൂ ദൈവമക്കളെക്കുറിച്ച് എന്നും അപവാദം പറയുന്നു. അയാളിങ്ങനെ എന്നും അപവാദം പറയും. എന്നും അയാളുടെ മാസികയൊക്കെ പുറത്ത് വരും, അതിനകത്ത് ഇങ്ങനെ അപവാദമൊക്കെ പറയും. അപ്പോൾ തൃശ്ശൂർ വെച്ചൊരിക്കൽ ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്ററേ ഈ ഓരോരുത്തരൊക്കെ പറയുന്നത് കേട്ടാൽ, ഓരോരുത്തൻ്റെ മാസിക വായിക്കാൻ നോക്കിയാൽ ഒരു തെറി പറയാതെ, തെറി പറയരുതെന്ന എൻ്റെ ആശ, അങ്ങേരുടെ വാചകമാണ്, തെറി പറയരുതെന്ന എൻ്റെ ആശ, പക്ഷെ എങ്കിലും ഇത് വായിച്ചാൽ ഒരു തെറി പറയാതെ ഒക്കുകയില്ല. പക്ഷേ അവൻ്റെ PG വർഗീസ് അങ്കിളിൻ്റെ ഒരു പുസ്തകം വായിച്ചാൽ ഒരു ഹല്ലേലൂയ പറയാതെ താത്തു വെക്കാൻ ഒക്കുകയില്ല. രണ്ടനം ആത്മാക്കളാണ്. ഇവൻ്റെ ഒരു എഴുത്ത് വായിച്ചാൽ ഒരു തെറി പറയാതെ. ഇപ്പം M.A. വർഗീസിനെ കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ M.A. വർഗീസിനെ അറിയാൻ വയ്യാത്തവൻ M.A. വർഗീസിനെ തെറി പറയും. കാര്യം ഒത്തിരി മണ്ടത്തരം എഴുതിയിട്ടുണ്ട്, വൃത്തികേട് എഴുതിയിട്ടുണ്ട്. M.A. വർഗീസിനെ അറിയാവുന്നവൻ എഴുതിയവനെ തെറി പറയും. രണ്ടായാലും ഇത് വായിച്ചു പോയെങ്കിലും ഒരു തെറി പറയാതെ നോക്കുകയില്ല. പക്ഷെ PG വർഗീസിൻ്റെ ഒരു പുസ്തകം വായിച്ചാൽ ഒരു സ്തോത്രം പറയാതെ നിർത്താൻ നോക്കുകയില്ല. കാര്യം അതിനകത്ത് വേറൊരു ആത്മാവാണ്. പല ഇനം വാക്കുകൾ പുറത്തു വരും, നന്മയും തിന്മയും വരും. രണ്ടാത്മാക്കൾ അതിൻ്റെ പുറകിലുണ്ട്. ഒന്ന് അശുദ്ധാത്മാവും മറ്റേത് ദൈവാത്മാവുമാ. രണ്ടാത്മാക്കൾ പുറത്തു വരും. രണ്ട് രാജ്യങ്ങൾ, രണ്ട് സാമ്രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കും. യേശുവിനെതിരെ ഒരുപാട് അപവാദങ്ങളുണ്ടായിരുന്നു. ഒരുപാട് കള്ളസാക്ഷികളെ വിളിച്ച് നേരെ നിർത്തി, ഇല്ലാത്തതെല്ലാം പറയുവാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കി. ഒന്നുകൊണ്ടും അവർ വിടത്തില്ല. ഈ സാഹചര്യത്തിലാണ് യേശു ഗെത്സമനയിലേക്ക് മാറുന്നത്. ഇതിനിടയ്ക്ക് കല്ലെറിഞ്ഞ് കൊല്ലം പലരും വന്നു. കാര്യം ഇനി കാൽവറി കയറിപ്പോയെങ്കിൽ പിശാചിൻ്റെ തല പോകും. അതുകൊണ്ട് കാൽവറിയിൽ കയറാതെ, ജനിച്ചു എന്നുള്ളത് സത്യം, പക്ഷേ കാൽവറിയിൽ കയറാതെ ഇവനെ സൂക്ഷിച്ചില്ലെങ്കിൽ എൻ്റെ തല പോകും. അതുകൊണ്ട് എൻ്റെ തല സൂക്ഷിക്കാൻ വേണ്ടി ഇവൻ കാൽവറിയിൽ കയറാതിരിക്കാം. അത് ജനനം മുതലേ തുടങ്ങിയതാണ്. യേശു ജനിച്ചു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കിഴക്കൂന്ന് വിദ്വാൻമാർ ചെന്ന് യേശുവിനെ കാണാൻ ചെന്നു. കൊട്ടാരത്തിൽ കയറി. എന്നിട്ട് രാജകൊട്ടാരത്തിൽ നിന്ന് അയാൾ പറഞ്ഞു, നിങ്ങൾ പോയി ശിശുവിനെ കണ്ടാൽ എന്നോടും കൂടെ പറയണം, നമുക്കറിയാവുന്ന കഥയാണ്. ദൂതന്മാർ പറഞ്ഞു അവൻ്റെ അടുക്ക പോകണ്ട, പൊക്കോളാൻ പറഞ്ഞു. ഹേരോദാവിൻ്റെ അടുക്കൽ ചെകുത്താനടുത്ത് എഴുത്തേച്ച് പറഞ്ഞു, ഹേരോദാവേ
ഈ കുഞ്ഞ് വളർന്നാൽ നിൻ്റെ തലയെടുക്കും. കാര്യം നീ ഇപ്പോഴത്തെ രാജാവ്, നിൻ്റെ തല വെട്ടിയേച്ച് അവൻ രാജാവാകും. അതുകൊണ്ട് യേശുവിൻ്റെ തല വെട്ടിയേ പറ്റൂ. ആ കുഞ്ഞായിരിക്കുമ്പോഴേ കൊല്ലം തീരുമാനിച്ചു. എടോ ഹേരോദാവേ, തൻ്റെ തല വെട്ടാനല്ല യേശു വന്നത്. യേശുവിന് വേറെ ലക്ഷ്യമുണ്ട്. പിശാചിൻ്റെ തല തകർക്കാനാണ് വന്നത്. പിശാചി എന്ന് ഹേരോദാവിനോട് പറഞ്ഞ് നിൻ്റെ തല പോവും, അത് കാരണം നീ അവനെ നേരത്തെ വെട്ട്, അല്ലെങ്കിൽ നിൻ്റെ തല പോവും. ഹേരോദാവ് വാളെടുത്ത് ഒക്കുന്നിടത്തോളം പരിപാടി കാണിച്ചു. പക്ഷേ ഒന്നും നടക്കാതെ പോയി, യേശുവിനെ തൊടാൻ ഒക്കാതെ പോയി. തൻ്റെ ഒരുപാട് പ്രാവശ്യം ഇവർ കൊല്ലാൻ ശ്രമിച്ചു, ഒരുപാട് പ്രാവശ്യം. ആദ്യത്തെ ദിവസം യേശു ദേവാലയത്തിൽ കയറി തിരുവെഴുത്തിൽ നിന്ന് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം പരസ്യമായി വായിച്ചു. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്നിങ്ങനെ തൻ്റെ മേലുള്ള വിളിയെക്കുറിച്ചും തൻ്റെ അഭിഷേകത്തെക്കുറിച്ചും പരസ്യമായി പറഞ്ഞു. ഓർക്കുന്നോ നടന്നത്? പള്ളിയിലുള്ളവർ പലതായി തിരിഞ്ഞു. ഒരഭിഷേകത്തെ കുറിക്കുന്ന പ്രസ്താവന എവിടെങ്കിലും നടന്നെങ്കിൽ ഇതിനിടയ്ക്കൊരു എതിരാളി എഴുന്നേക്കും. തൻ്റെ പലതായി തിരിഞ്ഞു. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, ഇതെന്നാ ലാവണ്യവാക്ക, എന്നെ അഭിഷക്ത വാക്ക, ഇത് ഇത്ര ലാവണ്യമുള്ള പദം. അത് ആത്മീയർ പറഞ്ഞു. ജഡീകന്മാർ പറഞ്ഞ് തള്ളട ഇവനെ പള്ളി കയറ്റല്ല്. അങ്ങനെ നടന്നതെന്ന്. തള്ളട ഇവനെ പള്ളി കയറ്റരുത്. അതിനകത്ത് ചൂടന്മാർ പറഞ്ഞ് പള്ളി കയറ്റാതിരുന്നാൽ പോരട, പട്ടണം പണിത മലയുടെ അറ്റത്ത് കൊണ്ടു ഇവനെ ഈ മലയെപ്പോലും കയറ്റരുത്. തനിച്ചൂടന്മാർ പറഞ്ഞ് തലകീഴായി തള്ളിയിട്ട് കൊല്ലടാ, എവനെ വേണ്ട, അല്ലെങ്കിൽ സാത്താൻ്റെ തല തകർക്കും, അത് വരാതിരിക്കാൻ എവനെ കൊല്ലടാ. യേശു ഒഴിഞ്ഞു മാറി. പല പ്രാവശ്യം കൊല്ലാൻ വന്നു. കൊല്ലാൻ ഒക്കത്തില്ലെന്ന് കണ്ടപ്പോൾ പറഞ്ഞെന്നാൽ പിടിച്ച് രാജാവാക്കിയേക്കാം. അപ്പം ഇങ്ങോട്ടല്ലേ അങ്ങോട്ട്, രണ്ടായാലും എവൻ്റെ താല്പര്യം ഇതേ ഉള്ളൂ, തല പോകരുത്, തല പോകാതെ നിൽക്കണം. എന്നാൽ പിടിച്ച് രാജാവാക്കിയേക്കാം. യേശു പറഞ്ഞു, ഞാൻ രാജാവാകാൻ വന്നതല്ലല്ലോ, ഞാൻ വന്ന ജാകാനാ, ഞാൻ ഇവൻ്റെ തല തകർക്കാൻ വന്നതാ, അതുകൊണ്ട് വേറൊന്നുമില്ല. ഏറ്റവും അവസാനത്തെ അടവ് ഗദസമനയിലായിരുന്നു. ഗദസമനയിൽ യേശുവിനെക്കുറിച്ച് പറയുന്നത് അവൻ്റെ രക്തം വിയർപ്പുതുള്ളികൾ പോലെ തറയിൽ വീണു എന്ന് പറഞ്ഞാൽ രക്തധമനികൾ പൊട്ടി. ഇവിടെ ചാകാൻ പോവാ, ഗദസമനയിൽ തീരാൻ പോവാ. എബ്രായ ലേഖനത്തിലൊരു വാക്യമുണ്ട്, അവിടെ വെച്ച് തന്നെ മരണത്തിൽ നിന്ന് വിടിവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടെ നിലവിളിച്ച്, പിതാവേ, ഞാൻ ഇവിടം വരെ വന്ന ശേഷം ക്രൂശെ കയറാതെ മരിച്ചാൽ പിശാചിൻ്റെ തല തകരത്തില്ല, അതുകൊണ്ട് എനിക്ക് ക്രൂശിൽ കയറുവാൻ. ഇത് പ്രാർത്ഥിക്കുകയും ദൂതന്മാരിറങ്ങി യേശുവിനെ ബലപ്പെടുത്തി. ഓർമ്മയുണ്ടോ? ഗദസമനയിൽ യേശുവിൻ്റെ രക്തം വിയർപ്പ് തുള്ളികൾ പോലെ താഴെ വീണ് അവൻ നിലത്ത് വീണപ്പോൾ ദൂതന്മാരിറങ്ങി യേശുവിനെ ശക്തീകരിച്ചു. ആത്മയുദ്ധത്തിൽ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഒക്കാതെ വരുന്നിടത്ത് ദൂതന്മാരിറങ്ങി വരും. ആത്മയുദ്ധത്തിൽ പിടിച്ചു നിൽക്കുന്ന ദൈവവചനെ സഹായിക്കുവാൻ ദൈവം ആളുകളെ അയക്കും, ദൈവം ദൂതന്മാരെ അയക്കും. ഇന്ന് ഇവിടെ ആരോടൊക്കെയോ ഈ ദൂത് പറയണമെന്ന് ദൈവത്തിന് തിരിഹിതമായി. എനിക്കൊറ്റയ്ക്ക് ഇവിടെ വരാനുള്ള കഴിവില്ല, സാഹചര്യമില്ല. ഇവിടുത്തെ ഒരു മീറ്റിംഗ് നേരത്തെ ഫിക്സ് ചെയ്തു പോലുമല്ല. പക്ഷെ ദൈവം ആരെയൊക്കെ ഒരുക്കി. ഇങ്ങോട്ട് എന്നെ കൊണ്ട് വന്ന സഹോദരനോട് ഞാൻ പറഞ്ഞു, ബ്രദറെ, എനിക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പോലും വയ്യ, ലെവൽ വ്യത്യാസമുള്ളിടത്ത് ഞാൻ തന്നെ നടന്ന താഴെ വീഴും, എൻ്റെ കയ്യെ പിടിച്ചേ പറ്റൂ. പലരെ ദൈവം ഒരുക്കി. ആരുമില്ലാതെ വന്നാൽ ദൂതനെ ഒരുക്കും. യേശുവിനെ സഹായിക്കുവാൻ ദൂതൻ ഇറങ്ങി വന്നു, ബലപ്പെടുത്തി. അവസാനം യേശു കാൽവറിയിൽ കയറി. വയ്ക്കോട്ടെ, യേശു കാൽവറിയിൽ കയറി ഈ ഒരു അവതാരം കൊണ്ട് സാധിക്കേണ്ട അവസാനത്തെ കാര്യം വരെ കണ്ടുപിടിച്ചു. യേശുവിന് ഒറ്റ അവതാരമേ ഉള്ളൂ, രണ്ടാമതൊരു അവതാരമില്ല. ഈ ഒരൊറ്റ അവതാരം കൊണ്ട് മാനവവർഗത്തെ വീണ്ടെടുക്കേണ്ടതിന് ചെയ്യേണ്ടത് സകലതും ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി യേശു സകലതും നിർവഹിച്ചു. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെക്ക് ലിസ്റ്റ് നോക്കി. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൻ്റെ ഭാഷയാണ്. ഞാനൊരു സ്ഥലത്ത് പോയാൽ, ഒരു പട്ടാള ആവശ്യത്തിന് വേണ്ടി പോയാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. രാവിലെ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ എന്തെല്ലാം വേണം, ബൂട്ടിൻ്റെ അടിയിൽ എത്ര ആണിയുണ്ട് അതെല്ലാം ഉണ്ടോ എന്ന് വരെ നോക്കണം. ബൂട്ടിൻ്റെ അടിയിൽ ലാടമൊക്കെ തറച്ചിട്ടുണ്ട്, ഇതിന് എത്ര ആണിയുണ്ട് എല്ലാം ഉണ്ടോ എന്ന് വരെ നോക്കണം. സാധാരണ യാത്രയല്ല, യുദ്ധയാത്ര. എല്ലാം ചെക്ക് ചെയ്തു. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു ചെക്ക് ലിസ്റ്റ് നോക്കി. അവസാനം കണ്ടു, ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. ക്രൂശിൽ ഇടംബലം കിടക്കുന്ന കള്ളന്മാർക്കൊരവസരം കൊടുക്കുക. അവരിൽ ഒരുത്തനെ കൂടെ രക്ഷിച്ചേച്ചേ പോകാനൊക്കത്തുള്ളൂ. അവൻ്റെ ശബ്ദത്തിനു വേണ്ടി കാതോർത്തു. അന്നേരത്താണ് ഒരുത്തൻ വിളിക്കുന്നത്, അങ്ങ് രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെയും ഓർത്തു കൊള്ളണമെന്ന്.
ആത്മയുദ്ധത്തിൽ ചെയ്തു തീർക്കാനുള്ളത് മുഴുവനും ചെയ്തു. വചനം നിവൃത്തിയാകേണ്ടതിന്, തിരുവചനം നിവൃത്തിയാകേണ്ടതിന് തേണ്ട യേശു കയ്പ് ചുറുക്കവാരെ വാങ്ങി കുടിച്ചു. അതുവരെ കുടിച്ച ശേഷം പറഞ്ഞു, നിവൃത്തിയാ, It's finished. പിശാചേ, നിന്റെ തല തകർന്നു പോയി, നിന്റെ തല തകർന്നു പോയി. കൊന്നമല്ല, നിന്റെ തല തകർന്നു. നിനക്കിനി ഒന്നും ചെയ്യാനൊക്കത്തില്ല. യേശു കാൽവരിയിൽ അവൻ്റെ തല തകർത്തു. ഈ തല തകർക്കുന്നതിന് മുന്നമേ ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് ദൗത്യം ഹാൻഡ് ഓവർ ചെയ്യണം. അതിനാദ്യം തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിച്ചോണം. നിങ്ങൾ ഒടുക്കത്തെ ആദാമിൻ്റെ അനുയായികളാണ്. ഞാൻ ഈ ഭൂമിയിൽ വന്ന ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ, എന്നെക്കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വയ്യാതെ വരുന്നത് നിങ്ങളെ ഏൽപ്പിക്കുക. അതിനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ പോയി അത് അക്കംപ്ലിഷ് ചെയ്യണം. എൻ്റെ രാജ്യം വരണം, അതിന് വേണ്ടത് നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ജീവിത ലക്ഷ്യം അങ്ങയുടെ രാജ്യം വരണം. എൻ്റെ ജീവിത ലക്ഷ്യം യേശുവിൻ്റെ രാജ്യം വരണമെന്നാണ്. ഞാൻ എന്നെ തന്നെ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അപ്പുറം ദൈവം എനിക്ക് തന്നു. ഞാൻ പറഞ്ഞ ബേസിക്കലി വിദ്യാഭ്യാസമാണ്. ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അധികം ദൈവം എനിക്ക് തന്നു. പക്ഷേ എൻ്റെ ഭൗതിക വിഷയം ഞാനൊന്ന് തൊടാൻ പോവാം. ആരുടെയും കയ്യിൽ നിന്ന് ഞാനൊരു സഹായം പ്രതീക്ഷിക്കുന്നില്ല, ഒരു സഹതാപത്തിൻ്റെ വാക്കും പ്രതീക്ഷിക്കുന്നില്ല, അതൊന്നുമല്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുക, എൻ്റെ മക്കളിൽ ഒരാളിനെ പോലും ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യിച്ചിട്ടില്ല. എനിക്കാകെ 2 മക്കളേ ഉള്ളൂ. ഒരുത്തനെ പോലും. മൂത്തവൻ ഒത്തിരി പഠിച്ചു, അത് അവൻ സ്വന്തം പഠിച്ചതാണ്, ഞാൻ പഠിപ്പിച്ചതല്ല. ഞാൻ അവനെ പഠിപ്പിച്ച 12ാം ക്ലാസ് വരെയാണ്, പ്രീ യൂണിവേഴ്സിറ്റി, അവിടം വരെ ഞാൻ പഠിപ്പിച്ചു. എൻ്റെ 2ാമത്തെ മോനെ ഞാൻ ആകെ പഠിപ്പിച്ചത് 10ാം ക്ലാസ് വരെയാണ്. എനിക്കൊന്ന് ഇന്ന് ഇന്ത്യയിലുള്ളതിൽ ഒട്ടും ചെറുതല്ലാത്ത ഒരു വലിയ ഇംഗ്ലീഷ് ചർച്ചിൻ്റെ പാസ്റ്ററാണ്. അവന് എന്നേക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷും വരെ എല്ലാം, പക്ഷേ പഠിച്ചത് 10ാം ക്ലാസ് വരെ ഉള്ളൂ. 11ാം ക്ലാസ്സിൽ പോയി, ബട്ട് പാസ്സായില്ല. ഞാൻ അവരെ അത്രേ പഠിപ്പിച്ചിട്ടുള്ളൂ. എൻ്റെ മൂത്ത മോന് കോളേജ് അഡ്മിഷൻ്റെ സമയത്ത് അവനൊരു നിർബന്ധം ഉണ്ടായിരുന്നു, BBM പഠിക്കണം, ബിസിനസ് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. അന്ന് കേരളത്തിൽ BBM പഠിപ്പിക്കുന്ന കോളേജുകൾ ഉണ്ട്, വളരെ അപൂർവമാണ്. പക്ഷേ ബാംഗ്ലൂരിൽ ആവശ്യത്തിനുണ്ട്. ഒരു 3-4 കോളേജുകൾ അന്ന്, ഇന്ന് മുക്കിനുണ്ട്. BBM പഠിപ്പിക്കുന്ന കോളേജുകൾ അന്ന് മുക്കിന് അന്ന് 1-2 ബാംഗ്ലൂരിലുണ്ട്. അവൻ ആ കോഴ്സ് തന്നെ വേണം. അവനതിന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. ഒരു ദിവസം അപ്പനും മോനും കൂടെ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. ഞാനും കൂടെ ഇൻ്റർവ്യൂവിന് പോകേണ്ടി വന്നു. ഞാനിവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞു, ചെറുക്കൻ്റെ മാർക്ക് അനുസരിച്ച് ഒരു 25,000 രൂപ ഡൊണേഷൻ തന്നാൽ ഞങ്ങൾ ഇവനെ എടുത്തോളാം. എൻ്റെ ചർച്ചിൽ തന്നെയുള്ള മറ്റു കുഞ്ഞുങ്ങൾ മാർക്ക് കുറവായതുകൊണ്ട് 75,000 രൂപയാണ് ചോദിച്ചത്. എന്നോട് പറഞ്ഞു, നിനക്ക് ചെറുക്കന് നല്ല മാർക്കുള്ളത് കൊണ്ട് 25,000 രൂപ ഡൊണേഷൻ തന്നാൽ അവന് BBMന് അഡ്മിഷൻ കൊടുക്കുക. അതൊരു വലിയ കാര്യമൊന്നുമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു പോരും. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ മോനോട് ചോദിച്ചു, മോനെ 25,000 രൂപ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഉണ്ടാകും, ഒരു പ്രയാസമില്ല, ഉണ്ടാകും. പക്ഷെ ആ 25,000 രൂപ നിനക്ക് തന്ന് നിനക്ക് കോളേജിലൊരു അഡ്മിഷൻ എടുത്താൽ സുവിശേഷ വേലയ്ക്ക് മുടക്കേണ്ട കാശ് അതില്ലാതെ വരും. ആ പണം സുവിശേഷ വേലയ്ക്ക് ഇടുക എന്ന് എങ്ങനെയായാലും ഒരു 5 ആത്മാക്കളെ കെട്ടുവിടാം. അപ്പം നീ എന്നെ പറയുന്നു, നിനക്ക് വേണോ, നിനക്ക് BBM തന്നെ വേണമെന്ന് നിർബന്ധം എന്തോ, നിനക്ക് വേറെ എന്തിനേലും പോയിക്കൂടെ, വേറെ എന്തെല്ലാം കോഴ്സുണ്ട്, അതിന് പോയിക്കൂടെ? ശരി ഡാഡി, എനിക്ക് വേണ്ടാന്ന് അവനും പറഞ്ഞു. ആ വർഷം അവന് ഒരു അഡ്മിഷനും കിട്ടിയില്ല. ആ വർഷം പകുതിയായപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഡാഡി, എൻ്റെ ഡാഡി 25 വർഷം ജോലി ചെയ്ത ആളാണ്, ഇന്നൊരു ശാസ്ത്രജ്ഞനാണ്. ഡാഡിക്ക് എയർഫോഴ്സിൽ നിന്ന് കിട്ടിയ റിട്ടയർമെൻ്റൽ ബെനിഫിറ്റിൻ്റെ ആ പിരിഞ്ഞു പോരുമ്പോൾ കിട്ടിയ പണത്തിൻ്റെ ഒരു ചെറിയ തുകയുണ്ടെങ്കിൽ എന്നെ കോളേജിൽ ചേർക്കായിരുന്നു. ഡാഡി അത് ചെയ്തില്ല, മോൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുത്തില്ല, സുവിശേഷത്തിന് ഇട്ടതാണ്. ഡാഡി, നമ്മുടെ ചർച്ചിൽ വന്നിരിക്കുന്ന ഉപദേശിമാരുടെ പിള്ളേർ ഭൂമിയിൽ ഒരു ജോലിയും ചെയ്യാത്തവൻ, സുവിശേഷ വില കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കുന്നവൻ, മക്കളെ 25 ലക്ഷം കൊടുത്ത് ഇവിടുത്തെ മെഡിസിന് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചർച്ചിൽ തന്നെയാണ് വരുന്നത്. ഡാഡിക്ക് ഒരു ദിവസം ലജ്ജ വരും. ഞാൻ പറഞ്ഞു, ഒരിക്കലും വരത്തില്ല. കാര്യം എൻ്റെ കയ്യിലുള്ളത് എന്തിന് ചെയ്യണം എനിക്കറിയാം. എന്നെ ആക്കിയത് വേലയ്ക്ക് വേണ്ടിയാണ്. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഒരു മറുവശം കൂടെ പറയാൻ പോവാം.
അവൻ്റെ മക്കൾ അവനെ ദൈവത്തിൻ്റെ കൃപയെ ദൈവം ഉയർത്തി, ദൈവം അവനെ പഠിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം അവനോട് ചോദിച്ചു, നിനക്ക് ഏതൊക്കെയാണ് നിൻ്റെ ഡിഗ്രി? പറഞ്ഞു, ഡാഡി അറിയണ്ടെന്ന് പറഞ്ഞു. എനിക്കന്ന് 25,000 രൂപ തരാഞ്ഞ പാർട്ടിയാണ്. ഡാഡി അറിയണ്ട, ഒരു 4-5 ഡിഗ്രി എങ്കിലും ഉണ്ട്, എനിക്ക് അത്രയും മാത്രം അറിയാം. ഒരു പ്രത്യേക ഒക്കേഷൻ. ഞാൻ ഒരിക്കൽ അമേരിക്കയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കാനഡയിൽ അവരുടെ നാഷണൽ ടെലിവിഷനിൽ പ്രസംഗിക്കാനായിട്ട് എന്നെ വിളിച്ചു. ഡയറക്റ്റ് എന്നെ അവർക്കറിയാൻ വയ്യാത്തതുകൊണ്ട് മോനെ വിളിച്ചു. അവൻ അവിടെ പഠിച്ചതാണ്. അവനെ വിളിച്ചു പറഞ്ഞു, നിൻ്റെ അപ്പൻ അമേരിക്കയിലുണ്ടെന്ന് അറിഞ്ഞു, ഇങ്ങനെ വന്നാൽ ഇവിടെ ഒരു ചൊവ്വാഴ്ച, കഴിഞ്ഞ ചൊവ്വാഴ്ച DGS ദിനകരനാണ് ആ ടെലിവിഷനിൽ പ്രസംഗിച്ചത്, അടുത്ത ചൊവ്വാഴ്ച നിൻ്റെ അപ്പനെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ വേണ്ടിയാണ്, ടൈം ഇട്ട് വരാൻ പറ. അവൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, വീസ കിട്ടത്തില്ല. കാനഡിയൻ വീസ വേണമെങ്കിൽ ഇന്ത്യയിൽ വന്ന് അപ്ലൈ ചെയ്യാൻ ഒക്കത്തില്ല, ഇന്ത്യക്കാരൻ അമേരിക്കയിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ഒക്കത്തില്ല. അതിന് തന്നെ ഒരു കെട്ട് പേപ്പർ വേണം, എൻ്റെ ഒന്നുമില്ല, അതുകൊണ്ട് നടക്കത്തില്ല എന്ന്. ഡാഡി പോകാൻ റെഡിയാണോ? ഞാൻ പറഞ്ഞു, ചൊവ്വാഴ്ച വൈകിട്ടാണ് റെഡിയാണ്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാനഡയിൽ നിന്ന് ആരോ എന്നെ വിളിച്ചു വെച്ച് പറഞ്ഞു, ഒരു ഫാക്സ് അയക്കാനുണ്ട്, ആ ഫാക്സ് നിങ്ങൾക്ക് ഏത് നമ്പറിൽ ഫാക്സ് എടുക്കാം, ഫാക്സ് നമ്പറും തന്നേക്കാൻ പറഞ്ഞു. അവിടെ നിന്നൊരു ലെറ്റർ കണ്ടു, സത്യം സത്യം സത്യം, 1.5 ലൈൻ മാത്രമുള്ള ഒരു ലെറ്റർ, 1.5 ലൈൻ മാത്രം. അവരുടെ എംബസിക്ക് വേണ്ടി, ന്യൂയോർക്കിലുള്ള എംബസിക്ക് വേണ്ടിയാണ്. ബി അഡ്വൈസ്ഡ്, റെവറൻഡ് വർഗീസ് ഈസ് ഇൻവൈറ്റഡ് ഫോർ എ ഓൺ എയർ ടോക്ക് ഓൺ ട്യൂസ്ഡേ, മേക്ക് ഓൾ അറേഞ്ച്മെൻറ്റ്സ്. ഇത്രയേ ഉള്ളൂ. ഇത് കെടുത്ത് ഞാൻ അവനെ തിരിച്ച് വിളിച്ചു പറഞ്ഞിട്ട്, ഇതിനകത്തെങ്ങും ഒന്നും കിട്ടുകയല്ലോ, 1 കിലോ പേപ്പറൊക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത്, ഇത് 1.5 ലൈൻ ഇതുകൊണ്ട് എന്നെ എടുക്കാൻ. അവൻ പറഞ്ഞു, ഡാഡി അതിൻ്റെ അടി സൈൻ ചെയ്തിരിക്കുന്ന ആളിൻ്റെ സിഗ്നേച്ചർ ഒന്ന് നോക്കിയേക്കാൻ എംബസിയോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ ഞാൻ ന്യൂയോർക്ക് എംബസി ചെന്നു, ന്യൂയോർക്കിലുള്ള കനേഡിയൻ എംബസി ചെന്നു. അവിടെ ചെന്ന് ലെറ്റർ കൊടുത്തിട്ട് അവർ ചോദിച്ചു, നീ എവിടെ നിന്ന് വരിക? ഇന്ത്യൻ അല്ലേ? ഞാൻ പറഞ്ഞു, ഇന്ത്യനാണ്. ഇന്ത്യയിൽ പോയി അപ്ലൈ ചെയ്യണം, ഇവിടെ ചെയ്താൽ കിട്ടത്തില്ല. ഒരു സ്ത്രീ ആയിരുന്നു. ഞാൻ പറഞ്ഞു, മാഡം അടിയിലത്തെ സിഗ്നേച്ചർ ഒന്ന് നോക്കിയേക്കാൻ പറഞ്ഞു. അവരൊന്ന് നോക്കി വെച്ച് ഒറ്റ കുതിപ്പ് കണ്ട് ചാടി എഴുന്നേറ്റു, സാർ വീസ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നു, എന്തെല്ലാം നിങ്ങൾക്ക് വേണം, ഹോട്ടൽ ബുക്ക് ചെയ്യണോ, ടാക്സി ബുക്ക് ചെയ്യണോ, ഇത് വേണോ അത് വേണോ, കാരണം അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ മന്ത്രിയുടെ എഴുത്തായത്. ദൈവം അവനെ പൊസിഷനിൽ കൊണ്ടുപോയി. കാര്യം ഞാനല്ല, അവൻ തന്നെ പണിതാണ്. അവൻ്റെ മൂത്ത മകൻ ഇപ്പോഴത്തെ കോളേജ് പാസ്സായി, ഗ്രാജുവേഷൻ കഴിഞ്ഞു. ആരോ ഒരുത്തൻ ഇങ്ങോട്ട് വിളിച്ചു, ആരാന്ന് പോലും എനിക്കറിയത്തില്ല, അവർക്കൊക്കെ അറിയാം. വിളിച്ചു പറഞ്ഞു, MBAയുടെ അഡ്മിഷൻ അമേരിക്കയിൽ ഫ്രീ ആണ്, 1 പൈസ പോലും തരണ്ട, അവനെ ഇനി വിട്ടാൽ മതി. ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു നിൽക്കും. പക്ഷെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെ നിന്നേ പറ്റൂ. ഞാൻ എൻ്റെ സഭയെ പണി. ഓക്കെ, യേശു ശിഷ്യന്മാരെ വിളിച്ചു, അവരെ എക്വിപ്പ് ചെയ്തു. ഇവരെ കൊള്ളാവുന്നവരാണോ എന്ന് പല പരീക്ഷണങ്ങളിലൂടെ അവരെ നടത്തി തെളിയിച്ചു. കൂട്ടത്തിൽ യൂദാവൊക്കെ തട്ടിപ്പോയി, അവനെ കൊള്ളുകയില്ലായിരുന്നു, അവനെയൊക്കെ തട്ടിപ്പോയി. അതിനുശേഷം യേശു ശിഷ്യന്മാരെ ഏറ്റവും അവസാനമായി വിളിച്ച് അവരോടൊരു ചോദ്യം ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? ശിഷ്യന്മാർ പറഞ്ഞ്, ചിലർ പറയുന്നത് ഏലിയാവാണെന്ന, ചിലർ പറയുന്നത് യെരമ്യാവാണെന്ന, വേറെ ഏതോ പ്രവാചകന്മാരാണെന്ന് പറയുന്നു. ഹേരോദാവ് പറയുന്നു യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തതാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ മന്ത്രിമാർക്ക് വരെയും രാജാക്കന്മാർക്ക് വരെയും അങ്ങയെക്കുറിച്ച് കമൻ്റ് ഉണ്ട്. അത് ചൊവ്വയുള്ള കമൻ്റ് ഒന്നുമില്ല, ഇതൊക്കെയാണ് കമൻ്റ്. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്നാ പറയുന്നു? ജനം എന്തു പറയുന്നു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. കണ്ടവൻ വല്ലതുമൊക്കെ പറഞ്ഞു പോയി, പോട്ടെ, എനിക്കതുകൊണ്ട് നഷ്ടമില്ല. നിങ്ങൾ എന്നെക്കുറിച്ച് എന്തോ പറയുന്നു? പത്രോസ് പറഞ്ഞു, അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. എനിക്ക് തോന്നുന്നു യേശു ഒരു ചാട്ടം ചാടുന്നതിൻ്റെ തുല്യമാണ്. വെറിയോനായ ശിമോനെ, എടാ ജഡരക്തങ്ങളല്ലടാ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാ വെളിപ്പെടുത്തിയത്. നീ ആരുടെയും കയ്യിൽ നിന്ന് പഠിച്ചതല്ല. പഠിച്ചവനെല്ലാം പറയും മറിയയുടെ മോനാ, പഠിച്ചവൻ പറയും പ്രവാചകനാ, പഠിച്ചവൻ പറയും യോഹന്നാൻ എഴുന്നേറ്റതാ, പഠിച്ചവൻ പറയും വേണ്ടാത്ത ദിനമാ. പക്ഷെ നീ പ്രാപിച്ചതാ, എൻ്റെ പിതാവിൻ്റെ ഇന്ന് പ്രാപിച്ചതാ. ഈ വെളിപ്പാടൊരു പാറയാ. ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വന്നു തുടങ്ങി. ഈ വെളിപ്പാടൊരു പാറയാ. ഇതിൻ്റെ മേൽ ഞാൻ സഭയെ പണി. എനിക്കെൻ്റെ സഭ പണിയണമെങ്കിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. എന്നെക്കുറിച്ച് എൻ്റെ പിതാവ് തന്ന വെളിപ്പാടായത്. എന്നെക്കുറിച്ച് എൻ്റെ പിതാവ് തന്ന വെളിപ്പാടായത്. ഈ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണി. ദൗവട്ട് പെട്ര, ആ പദം മറക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പത്രോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൽക്കഷണം എന്ന അർത്ഥത്തിലാണ്. കൽക്കഷണം, നീ ഒരു കൽക്കഷണമാണ്. പക്ഷെ നീ പറഞ്ഞ വെളിപ്പാടുണ്ടല്ലോ, ഇത് പാറയാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി.
ആ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ സഭയെ പണിയും. ഇന്നത്തെ ആത്മയുദ്ധത്തിന് വേണ്ടത് ഒരു ദൈവിക വെളിപ്പാട്. എത്ര പേർക്ക് ആ ദൈവിക വെളിപ്പാട് ഏറ്റെടുക്കാൻ കഴിയും? ദൈവം അവരെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം പിന്നെ ഉയരും. മോനെ, ഏതൻ മുതൽ എൻ്റെ ജനനം വരെ എന്തെല്ലാം ഉയർന്നതാ, അതിനകത്തൊന്നും ജയിച്ചില്ല. ഇതുപോലെ ഞാൻ മടങ്ങി വരുന്നത് വരെ എൻ്റെ സഭയുടെ പണി നടന്നുകൊണ്ടിരിക്കും. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഞാൻ നിൻ്റെ മേൽ, ഈ വെളിപ്പാടിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണി. ആത്മയുദ്ധത്തിൻ്റെ ഭാഗങ്ങളായി ദൈവം തിരഞ്ഞെടുത്തവർക്കായി എൻ്റെ കർത്താവിനെ വാഴ്ത്തും. തുടർന്ന് ഞാനൊരു വിശദീകരണത്തിന് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സമയം ഏറെക്കുറയായി, എൻ്റെ ആരോഗ്യവും അതിൻ്റെ പരിധിയിലായി. ഇന്ന് എൻ്റെ മേൽ ദൈവം ഒരു വെളിപ്പാട് തന്നാൽ, എൻ്റെ ഹൃദയത്തിൽ ദൈവം, മനുഷ്യന് പഠിച്ചതല്ല, വായിച്ചതല്ല, കേട്ടതല്ല, എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു വെളിപ്പാട് തന്നാൽ അതിൻ്റെ മേൽ ദൈവത്തിനൊരു പണിയുണ്ട്. ഇന്ന് പകല പണി, എൻ്റെ വെളിപ്പാട് ദൈവത്തോട് ഏറ്റുപറയണം. എൻ്റെ വെളിപ്പാട് ദൈവത്തോട് ഏറ്റുപറഞ്ഞേ പറ്റത്തുള്ളൂ. യേശുവിനറിയാം പത്രോസിൻ്റെ അകത്ത് വെളിപ്പാടുണ്ട്. പക്ഷെ പത്രോസിൻ്റെ വാ കൊണ്ടത് പറഞ്ഞേ പറ്റൂ. ഇന്ന് പകൽ ചിലരുടെ വാ കൊണ്ടത് പറഞ്ഞേ പറ്റൂ. ബാംഗ്ലൂരിലെ നമ്മുടെ ചർച്ച്, ഞാൻ വരുന്ന സമയത്ത് 22 അംഗങ്ങളേ ഉള്ളൂ. 22 അംഗങ്ങളേ ഉള്ളൂ. ഇന്ന് ദൈവത്തിൻ്റെ മഹാകരുണയാൽ 22,000 പേര് ഞങ്ങൾക്ക് അംഗങ്ങളുണ്ട്. 22,000 അംഗങ്ങളുണ്ട്. എത്രയോ വഴക്കുണ്ടായി, എത്രയോ ബഹളമുണ്ടായി, എത്രയോ പേര് വിട്ടുപോയി. ആകപ്പാടെ വന്നതിൻ്റെ 5-1 പോലും ഇന്നുമില്ല. 5-1 പോലും ഇന്നില്ല. ഇന്നും 22,000 പേര് നിപ്പുണ്ട്. ഓരോ മാസികക്കാരൻ്റെ ഓരോ പോരാട്ടം, ഓരോ പാതാള ഗോപുരത്തിൻ്റെ മുമ്പിൽ ചിലതൊക്കെ വേരില്ലാത്ത തെറിക്കും. അത് അതുവഴി പോയി. ഒരുത്തം പോകുമ്പോൾ വേറെ 2 പേരെ ദൈവം കൊണ്ടുവരും. ഞാൻ ഓർക്കുന്നുണ്ട്, ആത്മവിവശതയുടെ ശുശ്രൂഷ ആരംഭമായി തുടങ്ങുന്ന കാലത്ത്, ആത്മവിവശതയുടെ ശുശ്രൂഷ ആരംഭമായി തുടങ്ങുന്ന സമയത്ത് ബാംഗ്ലൂർ ചർച്ചിൽ ഗൗരവമായി നടന്നു. ഞങ്ങൾക്ക് അകത്തിരിക്കാൻ സ്ഥലമില്ല. വരുന്നവരിൽ ഒരു 3-1 ആളുകൾ മാത്രം ഇരിക്കും, ബാക്കിയുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. കാര്യം ഇരുന്നാൽ സ്ഥലം ഒത്തിരി കൂടുതൽ എടുക്കും, എഴുന്നേറ്റ് നിന്നാൽ അത്രയും സ്ഥലം വേണ്ട. അതുകൊണ്ട് 3-1 ആളുകളെ മാത്രം ഇരുത്തും, ബാക്കിയുള്ളവർ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ ആരാധിക്കുന്നൊരു സമയം. അന്ന് കോട്ടയത്തു നിന്ന് ഒരു അപ്പച്ചനെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, എം എ വർഗീസ്, ഈ ആളുകളെ തെള്ളിയിടുന്ന ശുശ്രൂഷ നിനക്കുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കില്ല, പരിശുദ്ധാത്മാവിനുണ്ട്. ആരെയിലുമൊക്കെ ദൈവം ഉപയോഗിക്കും. ഞാനായിട്ട് ചെയ്യുന്നില്ല, പക്ഷെ ദൈവം ആരെയിലുമൊക്കെ ഉപയോഗിക്കും. ആ ശുശ്രൂഷ തുടരുന്നെങ്കിൽ എൻ്റെ മക്കളോട് ഇനി മേലാൽ അവിടെ വരണ്ടെന്ന് ഞാൻ പറയും. ഇപ്പോൾ അവർ 2 പേരും നിങ്ങളുടെ ചർച്ചിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞു, അങ്കിളെ, അവന്മാർ വരണ്ടെന്ന് പറഞ്ഞൊരു വലിയ ഉപകാരമായി. കാര്യം ഇവന്മാർ 2 തടിയന്മാരാണ്. ഇവന്മാരങ്ങ് ഇറങ്ങി കിട്ടിയാൽ സാധാരണക്കാരനെ 3 പേർക്ക് അതിനകത്ത് നിൽക്കാം. ഇവന്മാർ 2 അങ്ങ് പോയി കിട്ടിയാൽ ഇവന്മാർ തടിയന്മാരാണ്. ഇവന്മാർ 2 അങ്ങ് പോയി കിട്ടിയാൽ വേറൊരു 3 പേർക്ക് അവിടെ നിൽക്കാം. കാര്യം ഇവിടെ ആൾ ഇഷ്ടം പോലെ. അങ്കിളിൻ്റെ 2 തടിയന്മാരെ കണ്ടുകൊണ്ടല്ലേ ദൈവം സഭ തുടങ്ങിയത്. അങ്കിളിൻ്റെ 2 തടിയന്മാർക്ക് വേണ്ടിയല്ല സഭ വെച്ചിരിക്കുന്നത്. സഭ വെച്ചിരിക്കുന്നത് ദൈവജനത്തിന് വേണ്ടിയാണ്. മോനെ, പാതാള ഗോപുരങ്ങൾ എഴുന്നേക്കുമിടാ, പക്ഷെ നിന്നെ തൊടത്തില്ല. പാതാള ഗോപുരങ്ങൾ എഴുന്നേൽക്കും, അവ ജയിക്കത്തില്ല. ഇന്ന് പകൽ പാതാള ഗോപുരങ്ങളെ ജയിച്ചവൻ നിങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ പാതാള ഗോപുരങ്ങളെ ജയിച്ചവൻ എന്നോടുകൂടെ ഉണ്ടെങ്കിൽ, നിശ്ചയം കർത്താവ് നമ്മെ ഒരു ജയത്തിലേക്ക് നടത്തും. ഈ പട്ടണത്തിൽ ശക്തിയേറിയ വേലകൾ നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. ഞാൻ പ്രായോഗികമായി ഒരു കാര്യം കൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പട്ടണത്തിൽ ചില ശുശ്രൂഷകന്മാർ, ഞാൻ അവരുടെയും പേര് പറയുന്നില്ല, ചില ശുശ്രൂഷകന്മാരുടെ ശുശ്രൂഷയിൽ നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമായി. കണ്ടിട്ടുള്ളവർ പാസ്റ്റർ കണ്ടിട്ടുണ്ടോ? നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യം എന്ന് കണ്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കേട്ടിട്ടുണ്ട്. കണ്ടവർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എഴുന്നേക്കാൻ ആവശ്യപ്പെടുന്നില്ല. കണ്ടവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഈ പട്ടണത്തിൽ, തിരുവനന്തപുരം പട്ടണത്തിൽ നിഴൽ വീഴുന്ന രോഗികൾ സൗഖ്യമായി. ഇന്ത്യക്കാരുടെ കൈകൊണ്ട് റോജർ ഹോസ്മ ഇവിടെ വന്ന് പുത്തരിക്കണ്ടം മൈതാനത്ത് കൺവെൻഷൻ നടത്തുമ്പോൾ 100 രോഗികൾ സൗഖ്യമായി. ഒരു ദിവസം പെട്ടെന്ന് റോജർ ഹോസ്മയുടെ വീസ ക്യാൻസലായതല്ല, പ്രസംഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പോലീസ് കമ്മീഷണർ വന്ന് പറഞ്ഞു. ഞാനന്ന് ന്യൂഡൽഹിയിലുണ്ട്, പക്ഷെ കംപ്ലീറ്റ് വിവരങ്ങൾ കിട്ടുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാൻ വയ്യ. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് പറയുന്നത് റോജർ ഹോസ്മ പ്രസംഗിക്കാൻ പറ്റത്തില്ല. തലേ രാത്രിയിൽ വീൽ ചെയർ പേഷ്യൻസ് എഴുന്നേറ്റതും, വടികുത്തി നടന്നവർ വടിയും കളഞ്ഞിച്ചു പോയതും, പിറവിക്കുരുടർ കണ്ടതുമൊക്കെയായി കഥകൾ കിടക്കുന്നു. ഭയങ്കര ജനക്കൂട്ടത്തെ പ്രതീക്ഷിക്കുന്നു.
പാതാളഗോപുരം എഴുന്നേറ്റു. 6 മണി അതോടുകൂടെ പോലീസ് കമ്മീഷണർ റോജർ ഹോസ്മയെ അറിയിച്ചു, പ്രസംഗിച്ചാൽ അറസ്റ്റ് ചെയ്യും, സ്റ്റേജിൽ കയറരുത്. ആ മനുഷ്യൻ പറഞ്ഞ പദമാണ്, പാതാളഗോപുരങ്ങൾ ദൈവസഭ ജയിക്കത്തില്ല. അദ്ദേഹം പി.ഡി. ജോൺസനെ വിളിച്ചേച്ച് പറഞ്ഞു, പാസ്റ്റർ പി.ഡി. ജോൺസൺ, ഞാൻ വളരെ ബഹുമാനിക്കുന്ന മനുഷ്യനാണ്, ബഹുമാനിച്ചിരുന്ന അദ്ദേഹം ഇന്നില്ല. പി.ഡി. അങ്ങനെ ആയിരുന്നു അദ്ദേഹം വിളിക്കുന്നത്, പി.ഡി. സ്റ്റേജിൽ കയറ്. അദ്ദേഹം പറഞ്ഞു, ഓസ്മ, നീ പ്രസംഗിച്ച സ്റ്റേജിൽ കഴിഞ്ഞ രാത്രി നടന്ന രോഗശാന്തി എന്തോ, ഞാൻ എന്തു ചെയ്യാനാണ്? പുള്ളി പറഞ്ഞു, ഞാൻ അല്ലടാ ചെയ്തത്, പാതാളഗോപുരം ജയിക്കത്തില്ല. ഞാൻ സ്റ്റേജിൻ്റെ പുറകിൽ കാണും, എനിക്ക് സ്റ്റേജിൽ കയറാൻ ഒക്കത്തില്ല, നിങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമം. ഞാൻ സ്റ്റേജിൽ കയറത്തില്ല, ഞാൻ സ്റ്റേജിൻ്റെ പുറകിൽ കാണും, പക്ഷെ പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ നിൽക്കും. അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ തന്ന റിപ്പോർട്ട് ഞാൻ ഡൽഹിയിൽ ഇരുന്ന് വായിച്ചതാണ്. ഡൽഹി എഡിഷൻ ടൈംസ് ഓഫ് ഇന്ത്യ തന്ന റിപ്പോർട്ട്, നോ മോർ മേനോൻ ക്യാൻ സേ ദർ ഈസ് നോ ഗോഡ്. ഒരു മേനോനും ഇനി യേശു ദൈവമല്ലെന്ന് പറയാനൊക്കത്തില്ല. കാരണം ഇന്നലെ മേനോന്മാർ സൗഖ്യമായി എഴുന്നേറ്റു. നോ മോർ നായർ ക്യാൻ സേ ദർ ഈസ് നോ ജീസസ് ഇസ് നോട്ട് ഗോഡ്, ബിക്കോസ് മെനി നായേഴ്സ് വെർ ഹീൽഡ്. വിഭാഗം പാതാളഗോപുരങ്ങൾ ജയിക്കാത്ത ദൈവരാജ്യത്തെ വർണ്ണിക്കുവാൻ ഞാൻ നിങ്ങളും തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ സമർപ്പിക്കും. കർത്താവേ, അത്ഭുതങ്ങൾ നടന്ന ഈ പട്ടണത്തിൽ വെളിയിൽ നിന്ന് ആരും വരണ്ട, അടിയനിതാ, അടിയനെ ഉപയോഗിക്കണമേ. പാതാളഗോപുരങ്ങൾ ജയിക്കാതെ വണ്ണം ഈ ആത്മയുദ്ധത്തിൽ ജയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ ഇന്ന് ഒന്നുകൂടെ ഏൽപ്പിക്കാം. എനിക്കറിയാം, ഈ ദിവസങ്ങളിൽ ഇതുപോലുള്ള ശുശ്രൂഷകൾ കുറഞ്ഞു. ഇവിടെ മാത്രമല്ല, തെക്കേ ഇന്ത്യയിൽ പൊതുവെ, കേരളത്തിൽ പ്രത്യേകിച്ച് ശക്തിയുള്ള ശുശ്രൂഷകൾ കുറഞ്ഞു. ഒരുപാട് കാരണങ്ങളുണ്ട്. അനേക പുത്തൻ ഗോപുരങ്ങൾ എഴുന്നേറ്റു, ഒരുപാട് പുതിയ ഗോപുരങ്ങൾ യുദ്ധം ചെയ്യുന്നുണ്ട്. എൻ്റെ പൂർണ്ണമായ വിശ്വാസത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വിപരീതമായി അനേകം മണ്ഡലങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രിയിൽ എത്ര പേരുടെ ഒരു തീരുമാനത്തിൽ വരും, ഞങ്ങൾ യേശുവിന് വേണ്ടി നിലകൊള്ളും, ഞങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളും, ഞങ്ങൾ നിന്നാൽ. പത്രോസേ, നീ ഇല്ലാതെ എനിക്കൊരു പണിയില്ല. മറക്കരുത്, ഈ ദൈവിക വെളിപ്പാട് പ്രാപിച്ചേറ്റു പറയുന്ന നീ ഇല്ലാതെ എനിക്കൊരു പണിയില്ല. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിൻ്റെയിലോട്ട് തരാൻ പോവാ. നീ ഇവിടെ കെട്ടണം, നീ ഇവിടെ അഴിക്കണം. നീ മുഖേനയാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാത്രിയിൽ ഈ സഭ മുഖേന, ഇതിനകത്തിരിക്കുന്ന ദൈവജനം മുഖേന സ്വർഗത്തിലെ ദൈവജനം വലിയത് ചെയ്യുവാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മെ ഒന്ന് സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദയവായി കണ്ണുകളെല്ലാം ഒന്ന് അടയ്ക്കാവൂ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ട്. എനിക്കറിയാം, ഒരു സിംഗിൾ ഈവനിങ് മീറ്റിംഗാണ്, ഒരൊറ്റ ഈവനിങ്. ഈ സമയത്താരും ദയവായി പോകരുത്, ഉള്ള ആത്മീയ അന്തരീക്ഷം കളയരുത്. 5 മിനിറ്റിന് താഴെ ഞാൻ നിർത്തും. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ. ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്നതിൻ്റെ ഇടയിൽ നീ മുഖേന ഞാൻ ചെയ്യും എന്ന് ആരോടെങ്കിലും പരിശുദ്ധാത്മാവ് ഇടപെട്ടിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ യുദ്ധത്തിന് ദൈവത്തിന് എന്നും ചില വെൺമഴുക്കൾ വേണം. ദൈവവചനം പറയുന്നത്, നീ എൻ്റെ യുദ്ധത്തിനുള്ള വെൺമഴുവും എൻ്റെ കയ്യിലെ ആയുധവുമാണ്. നിന്നെക്കൊണ്ടാണ് എനിക്ക് വേല ചെയ്യാനുള്ളത്. പാതാള ഗോപുരം നിന്നെ ജയിക്കത്തില്ല. നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നില്ലേ? ഇതുപോലെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുവാൻ ചില ഹൃദയങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചെങ്കിൽ ആ പ്രിയപ്പെട്ടവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവുക. എന്നാൽ ആരുടെയൊക്കെ ഹൃദയത്തിനകത്ത് ശക്തിയേറിയ ഒരു നിർബന്ധമുണ്ട്, ആ പ്രിയപ്പെട്ടവർ മാത്രം ദയവായി ഒന്ന് എഴുന്നേറ്റോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, ഇന്നു മുതൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരും എഴുന്നേറ്റവരുമായ ഈ ജനത്തെ ഞാൻ തൃക്കരങ്ങളിൽ തന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ ഇവരുടെ മേൽ പകരണമേ. പട്ടണം അനുഗ്രഹിക്കപ്പെടട്ടെ. പട്ടണം വാഴ്ത്തപ്പെടട്ടെ. പാതാള ഗോപുരങ്ങളെ കീഴടങ്ങ്. പാതാള ഗോപുരങ്ങളെ കീഴടങ്ങ്. നിങ്ങൾ ദൈവസഭയെ ജയിക്കയില്ല, നിങ്ങൾ യേശുവിനെ ജയിക്കയില്ല. ഇവിടെയുള്ള ലോക്കൽ പൈശാചിക വ്യാപാരങ്ങളോട് കീഴടങ്ങാൻ ഞാൻ ആവശ്യപ്പെടുന്നു. വിശുദ്ധ ദൂതന്മാരെ, ഈ ജനത്തെ പരിപാലിക്കണമേ. ദേശത്തിന് കാവൽ നീക്കണേ. അങ്ങനെ രക്തത്തിൽ ജനത്തെ കാവൽ കാത്താലും അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ